പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് നിന്ന് രേഖപ്പെടുത്തിയത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്കാണ്. 19,000 കടന്നിരിക്കുന്നു കേരളത്തിലെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം. അതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും നമ്മൾ റെക്കോർഡിട്ടിരിക്കുന്നു. കൈവിട്ടുപോയോ കോവിഡിന്റെ കണക്കുകൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1,00,000 രോഗികളിലേക്ക് നിലവിലുള്ള റേറ്റ് ഓഫ് ഇൻക്രീസ് ഓരോ ദിവസത്തെയും കോവിഡ് രോഗികളുടെ വർധനവിൽ 3,000 ആളുകളുടെ എണ്ണം ശരാശരി ഒരു ദിവസം വർദ്ധിക്കുന്നു എന്നുള്ളത് അടുത്ത 10 ദിവസമാകുമ്പോൾ പുതിയ 30,000 രോഗികളും ഒപ്പം 20,000 നിലവിൽ തുടരുന്ന രോഗികളുമായി കൂട്ടിനോക്കിയാൽ ഒരു ദിവസം 1,00,000 രോഗികൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെ വന്നാൽ 10 ദിവസം കൊണ്ട് 5,00,000 രോഗികൾ നമ്മളുടെ ആശുപത്രി സംവിധാനത്തിലേക്ക് എത്തിയാൽ നിലവിലുള്ള ICU സംവിധാനം, വെന്റിലേറ്റർ സംവിധാനം, ആശുപത്രി കിടക്കകൾ ഇതൊക്കെ പര്യാപ്തമാകുമോ? കണക്കുകൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുക? അതിജീവനത്തിന് അതിജാഗ്രത മാത്രം മതിയോ? അതിഥികളായി നമുക്കൊപ്പം സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ പത്മനാഭ ഷേണായി, ഡോക്ടർ KP അരവിന്ദൻ, ഡോക്ടർ SS ലാൽ, ലണ്ടനിലെ റിസർച്ച് ഫാർമസിസ്റ്റും ഓക്സ്ഫോർഡ് വാക്സിൻ ഗ്രൂപ്പിലെ അംഗവുമായ മോൻസി മാത്യു എന്നിവർ. ആദ്യം ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഈ കണക്ക് എന്നെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു കണക്കാണ്. ഇന്നത്തെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ IIT-യുടെ പഠനമനുസരിച്ച് ഒരുപക്ഷെ മെയ് 2-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പീക്ക് രേഖപ്പെടുത്തിയേക്കാം. പക്ഷേ അതുവരെ ഇനി 10 ദിവസങ്ങളുണ്ട്. ഓരോ ദിവസത്തിൻ്റെയും റേറ്റ് ഓഫ് ഇൻക്രീസ് 3,000-ത്തിലധികം കോവിഡ് രോഗികളാണ്. അതായത് ഒരു 8-9 ദിവസം കഴിയുമ്പോൾ 30,000-ത്തോളം പുതുതായി വരുന്ന രോഗികളും ഇപ്പോഴുള്ള ഇൻക്രീസിൽ 20,000 രോഗികളും കൂടി ചേർത്താൽ 1,00,000 കണക്ക് ഒരു ദിവസം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സംവിധാനങ്ങൾ അപര്യാപ്തമല്ലേ ഇത്രയും വലിയ ഒരു കോവിഡ് പ്രതിസന്ധിയെ നേരിടാൻ? നമസ്കാരം. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ആളുകൾ ഡോണ്ട് ഗെറ്റ് പാനിക്, അത് ഒന്നാമത്തെ കാര്യം. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും കപ്പാസിറ്റി, പലപ്പോഴും ആളുകൾ പാനിക് ആവുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഈ ശവശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെയാണ് ആളുകളുടെ ഇടയിൽ വലിയ മനസ്സിന് ഒരു വിഷമമുണ്ടാക്കുകയും അല്ലെങ്കിൽ അത് വലിയൊരു ഭീതിയായിട്ട് കാണുന്നതും. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളുടെയും സർജ് കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റാവുന്ന നമ്പേഴ്സ് ഉള്ളത്. അപ്പം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് വെന്റിലേറ്ററുകളുടെയും ICU ബെഡുകളുടെയും അവൈലബിലിറ്റിയും അവിടെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അത്യാവശ്യം നല്ല സർജ് കപ്പാസിറ്റി ഉള്ള സംസ്ഥാനമായതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മളിപ്പം നമ്മളുടെ സർജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ICU ബെഡുകളായി കഴിഞ്ഞാൽ സർജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് നേരിടാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റാവുന്ന പരമാവധി നമ്പർ ഓഫ് കേസസും അവരുടെ സിസ്റ്റം എത്രത്തോളം കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതിനാണ് ഒരു സർജ് വരുമ്പോൾ എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുന്നതിനാണ് സർജ് കപ്പാസിറ്റി എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ICU ബെഡുകളുടെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ 59%. പക്ഷെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ അത് സർക്കാർ സംവിധാനത്തിനകത്തുള്ള ICU ബെഡുകളുടെ ഒക്യുപ്പൻസി 59%. അതിപ്പം ചില ജില്ലകളിൽ, ഉദാഹരണം എറണാകുളം ജില്ലയിലാണെങ്കിൽ അത് 81%, കാസർഗോഡ് അത് 82%. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നത് ഓരോ ദിവസവും ഇപ്പോൾ ഓരോ സ്ഥലങ്ങളുടെയും ഒക്യുപ്പൻസി നോക്കുന്നതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളുടെ റിവ്യൂ പ്രത്യേക ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി തന്നെ പ്രത്യേകമായിട്ട് റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് പരമാവധി പ്രൈവറ്റ് സംവിധാനങ്ങൾക്കകത്തുനിന്നും, കാരണം ഇപ്പോൾ പ്രൈവറ്റ് സംവിധാനങ്ങൾക്കകത്ത് 1,258 പ്രൈവറ്റ് സംവിധാനങ്ങൾ നമ്മുടെ കാസ്പിൽ അടക്കം ഉണ്ടെങ്കിൽ പോലും ഇതുവരെ 120 പ്രൈവറ്റ് സംവിധാനങ്ങളാണ് ഇതിനോട്ട് പൂർണ്ണമായിട്ടും സജ്ജമായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വന്നിരിക്കുന്ന അവൈലബിൾ ബെഡുകൾ നമുക്ക് ലഭിക്കുന്ന ബെഡ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സംവിധാനങ്ങൾക്കകത്ത് നമുക്ക് 7,085 ICU ബെഡുകൾ ലഭ്യമാണ്. അതിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ 3,096 ബെഡുകൾ മാത്രമാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. കാരണം 7,000 മുഴുവനായിട്ട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പരമാവധി സംവിധാനങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പരിശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതായത് ഈ സർജ് കൂടുന്ന സ്ഥലങ്ങളിൽ, കേസുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ഈ കൂടുതൽ ICU ബെഡുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് ICU ബെഡുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് അതത് ജില്ലാ കളക്ടർമാർ അവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളോട് നോക്കുന്നുണ്ട്. അതിന് വശത്ത് അതേപക്ഷെ വെന്റിലേറ്ററുകളുടെ ഒക്യുപ്പൻസി പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളുടെ
വെന്റിലേറ്റർ ഒക്യുപ്പൻസി പറഞ്ഞാൽ 19%. ആ 19% വെന്റിലേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രിവാൻഡ്രം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വെന്റിലേറ്റർ ഒക്യുപ്പൻസിയിൽ 31.4%. സർക്കാർ സംവിധാനത്തിനകത്തുള്ള വെന്റിലേറ്റർ ഒക്യുപ്പൻസി കോഴിക്കോട്ടാണെങ്കിൽ 26%. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ 18.2%, 19% വിളിക്കാം നമുക്ക്. അപ്പോൾ ഈ വെന്റിലേറ്റർ ഒക്യുപ്പൻസി നമുക്ക് അതേസമയം പ്രൈവറ്റ് സംവിധാനത്തിൻ്റെ വെന്റിലേറ്റർ ഒക്യുപ്പൻസി പറഞ്ഞാൽ പ്രൈവറ്റിൽ മൊത്തം ഉള്ളത് 1523 വെന്റിലേറ്റേഴ്സാണ്, സർക്കാരിൽ 2265 വെന്റിലേറ്റേഴ്സ്. അപ്പോൾ ഈ നമ്മൾ സർജറി കപ്പാസിറ്റി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ബെഡുകളുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ CFLTCസും CSLTCസും നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഈ പറയുന്നത് തന്നെ ആർക്കും തന്നെ തോന്നരുത് ഇത് നമ്മൾ ഈ സംവിധാനങ്ങളുടെ കൂടെ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും ഇൻവിൻസിബിളോ എന്നല്ല. പക്ഷെ ആളുകൾക്ക് പാനിക് ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഏത് സർജറി കപ്പാസിറ്റിയും കടക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് കേസിന്റെ വർധനവ് ഉണ്ടാവാം. അതാണ് നമുക്ക് ഇറ്റലിയുടെ അവസ്ഥയിലൊക്കെ കണ്ടത്. വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ സർജറി കപ്പാസിറ്റി ഉണ്ടായ ഒരു രാജ്യമായിരുന്നു. അവിടെയൊക്കെ കേസുകൾ വല്ലാതെ കൂടുമ്പോൾ അവിടെ സംവിധാനങ്ങൾ തകർന്നു പോകുന്ന നമ്മൾ കണ്ടാണ്. പക്ഷേ നമ്മുടെ ഇവിടെ നോക്കേണ്ട ബെഡുകളുടെ കാര്യത്തിലാണെങ്കിൽ CFLTCസിന്റെ ഇപ്പോഴത്തെ ഒക്യുപ്പൻസി 38%. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഇന്നലത്തെക്കാളും അത് 6% വർധനമാണ്. അതേസമയം നമ്മൾ 38% CFLTC ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേജ് 1 കിടക്കുന്നത്. അതായത് 8651 ബെഡുകളുള്ള CFLTCകളാണ് ഇതുവരെ നമ്മൾ, അതായത് ഏകദേശം മൊത്തം വരുമ്പോൾ 58 CFLTCകളായിട്ടാണ് നമ്മൾ 8651 ബെഡുകളുണ്ട്. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റേജ് 2ലേക്ക് നമ്മൾ കടന്നാൽ അത് നമുക്ക് എക്സ്പാൻഡബിൾ അപ് ടു 46,000 ബെഡുകൾ വരെ എക്സ്പാൻഡ് ചെയ്യാം. സ്റ്റേജ് 3ലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 1,00,000 മുകളിലേക്ക് ബെഡുകളായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർജറി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഓക്സിജൻ അവൈലബിലിറ്റി ആയി കഴിഞ്ഞാലും മരുന്നുകളുടെ അവൈലബിലിറ്റി ആയി കഴിഞ്ഞാലും ഇപ്പം വി ആർ നോട്ട് ഇൻ ക്രഞ്ചിൽ. കുറച്ചുകൂടി വ്യക്തമായി ഞാൻ ചോദിച്ചാൽ ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഈ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നമുക്ക് ഇങ്ങനെ അഷീൽ പറയുന്നത് പോലെ കണക്കുകൾ വെച്ചുകൊണ്ട് പാനിക് ഇല്ലാതാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഡൽഹിയിലെ മുഖ്യമന്ത്രിമാർ പരസ്യമായി കരയുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അവിടുത്തെ കണക്കുകൾ വല്ലാതെ കൈവിട്ടു പോയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ സ്ഥിതി മോശമാണ് എന്ന് അല്പസമയം മുമ്പ് തന്നെ മന്ത്രിമാർ തന്നെ പറഞ്ഞു. ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ്. എനിക്കറിയേണ്ടത് ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഈ നിരക്ക് വർധനവ് തുടർന്നാൽ, മെയ് 2 തീയതി വരെ തുടർന്നാൽ ഈ പറയുന്ന സർജറി കപ്പാസിറ്റി അത് കടന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ഈ 20% പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ICUവും ബെഡുകളും ഒക്കെ എടുക്കുന്നു എന്നത് പറയുന്നതിനും അപ്പുറം ഇവ പൂർണ്ണമായും തന്നെ പല പ്രൈവറ്റ് ആശുപത്രികളും കോവിഡ് ആശുപത്രികളായി നാളെയോ മറ്റന്നാളോ മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തുണ്ടോ? അതിപ്പോൾ ക്ലാസിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എറണാകുളം ജില്ലയുടെ കാര്യം, എറണാകുളം ജില്ലയാണ് ഇപ്പം കൂടുതൽ കേസുകൾ വന്നത്. ഇന്നുണ്ടായ തീരുമാനപ്രകാരം ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും വെക്കുന്നത് ഇന്നത്തെ റിക്വയർമെൻ്റ് അല്ല, കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് എടുക്കുക. ഇന്നിപ്പോൾ എറണാകുളത്ത് നിറഞ്ഞത് കൊണ്ടല്ല നമ്മൾ എന്നാലും കൂടുതൽ ആവശ്യപ്പെടുന്നത് 20% അല്ല, എല്ലാ പ്രൈവറ്റ് ആശുപത്രികളും അവിടെ 20% ബെഡുകൾ ഇതിനുവേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞു. അതോടൊപ്പം എറണാകുളം മെഡിക്കൽ കോളേജ്, ഫോർട്ട് ഹോസ്പിറ്റൽ, പിന്നെ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ഇത്രയും സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും കോവിഡിനായിട്ട് മാറ്റിവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒക്യുപ്പൻസി, വെന്റിലേറ്റർ ഒക്യുപ്പൻസി പറഞ്ഞാൽ കോവിഡ് പ്ലസ് നോൺ കോവിഡ് ചേർത്തുകൊണ്ടാണ് 19% പറഞ്ഞത്. ഇപ്പം നോൺ കോവിഡ് സംവിധാനങ്ങൾ ചിലപ്പോൾ നമുക്ക്, പക്ഷേ നോൺ കോവിഡ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നമ്മൾ ചില സജ്ജീകരണങ്ങൾ തീർച്ചയായിട്ടും നോൺ കോവിഡിന് വേണ്ടി വെക്കും. കോവിഡ് സംവിധാനങ്ങൾക്ക് വേണ്ടി 19. അപ്പം ഞാൻ ചോദിച്ചാൽ സർജ് കപ്പാസിറ്റി നമുക്ക് അത്യാവശ്യമുണ്ട്, പക്ഷേ അതിൽ അഹങ്കരിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ കേസുകൾ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഏത് സർജ് കപ്പാസിറ്റിയും തകർക്കാൻ വേണ്ടിയിട്ട് കോവിഡിന് സാധിക്കുമെന്ന് ഇറ്റലി നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ഡോക്ടർ KP അരവിന്ദൻ, നമ്മളൊരു ഇറ്റലിയുടെ ഒരു ദുരന്ത കഥയെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണോ കേരളത്തിൻ്റെ ഈ കണക്കുകളുടെ പെരുക്കം കൂടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തൊട്ട് മുമ്പ് തന്നെ ഒരു ആരോഗ്യ വിദഗ്ധൻ വിളിച്ച് അല്പം ഭയപ്പാടോടുകൂടി സംസാരിച്ചതാണ്. ഞാൻ അതേ ഭയപ്പാടോടുകൂടി പ്രേക്ഷകരോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ റേറ്റ് ഓഫ് ഇൻക്രീസ് നമ്മളെ വല്ലാതെ പരിഭ്രാന്തിപ്പെടുത്തുന്നുണ്ടോ? ഡോക്ടർ KP അരവിന്ദൻ, മതിയായ ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ഒരു ലോക്ക്ഡൗൺ അല്ലാതെ മറ്റു മാർഗമുണ്ടോ നമ്മുടെ മുന്നിൽ? ഇതിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വരുന്ന 2 ആഴ്ച കാലം എന്താണ് സംഭവിക്കുക എന്ന് വളരെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിൽ പോലും ഈ 3000 പെർ ഡേ എന്ന് പറഞ്ഞ ആ ഒരു റേറ്റിൽ മെയ് 2 വരെ കണക്ക് കൂട്ടി ഉണ്ടാക്കുന്ന അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഈ 3000 പെർ ഡേ ഇൻക്രീസ് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ റേറ്റ് ഓഫ് ടെസ്റ്റിംഗ് വളരെയധികം കൂട്ടി എന്നുള്ളതാണ്.
ആ റേറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഇപ്പോൾ 1,00,000 ഭേദം ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു ഇൻക്രീസാണ്. നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 to 2% ഒക്കെയാണ്. 16% ആയിരുന്നത് പിന്നെ 17 ആവുന്നു എന്നുള്ള രീതിയിലേ പോകുന്നുള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ആ തോതിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ കൺട്രോൾസ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഫലം കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒരു May 2 ആവുമ്പോഴേക്ക് കുറേ പ്ലാറ്റോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ പ്രോബ്ലം വരുന്നത് പിന്നീടും ഒരു 2 ആഴ്ചക്കാലം അല്ലെങ്കിൽ 3 ആഴ്ചക്കാലം ഇനിയും അതും കഴിഞ്ഞ് പിന്നെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ അതിവ്യാപന സ്ട്രെയിനുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു നിമിഷം ഡോക്ടർ കെ പി അരവിന്ദൻ, ചെറിയൊരു ശബ്ദ തടസ്സം അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എനിക്ക് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരണം. ആ ശബ്ദ തകരാറ് പരിഹരിച്ചതിന് ശേഷം ഞാൻ വളരെ വേഗം തിരിച്ചങ്ങയിലേക്ക് വരാം. ആ പോയിന്റിൽ തന്നെ തുടരുകയും വേണം. അങ്ങ് ഈ വേരിയന്റ് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേരിയേഷൻ സംഭവിച്ചിരിക്കുന്ന, മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്ന വൈറസിന്റെ സാന്നിധ്യമാണിതിന് കാരണമെങ്കിൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്നുവെന്നാണ്. എനിക്കൊപ്പം ഡോക്ടർ പത്മനാഭ ഷേണായി ഉണ്ട്. ഡോക്ടർ പത്മനാഭ ഷേണായി, ഞാൻ ഈ വാക്സിൻ വിദഗ്ധനിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ ഡോക്ടർ കെ പി അരവിന്ദൻ പറഞ്ഞു നിർത്തിയ ഈ ഒരു ഫാക്ടർ, ഒപ്പം ഞാൻ ഡോക്ടർ മുഹമ്മദ് റഷീലിനോട് ചോദിച്ച ഈ റേറ്റ് ഓഫ് ഇൻക്രീസ് ഒരു പക്ഷേ 2000-ന് പോയാൽ പോലും നമ്മൾ ഇറ്റലിയുടെ വഴിയെ പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ആ അർത്ഥത്തിൽ ഒരു പരിഭ്രാന്തിയുണ്ടോ? ഇന്നത്തെ കണക്കും ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ May 2 ഒരു സാമ്പിൾ ഡേ ആയിട്ട് കിടപ്പുണ്ട് IIT-യുടെ കണക്ക് പ്രകാരം. അതെ, ഇത് ഒരിക്കലും അതിലോട്ട് പോകില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സ്പേർട്സിന്റെയും അഹങ്കാരം കുറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിച്ചതിനേക്കാളും വളരെ 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 വേഗത്തിലാണ് ഇത് പോകുന്നത്. നമുക്കറിയാം ഈ ഒരു സെക്കൻഡ് സർജ് ഉണ്ടാകുമെന്ന് മാർച്ച് 18-19 ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സത്യമാണോ, ഉണ്ടാകുമോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ ബാക്കി എല്ലാവരും സംസാരിക്കുമ്പോൾ സെക്കൻഡ് സർജ് ഇത്രയും വലുതാകുമെന്നൊന്നും ആർക്കും വിചാരിച്ചില്ല. മാക്സിമം നമ്മളെല്ലാം വിചാരിച്ചത് 2 ലക്ഷം വരെ പോകും, അതിനുശേഷം 2.5 എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ത്യയുടെ ഇപ്പൊ 3-3.5 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ തോന്നുന്നത്. പക്ഷേ കോവിഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പടരുന്നത്. ലെറ്റ് us accept the fact. നമ്മൾ ആരും പറയുന്ന പോലെയോ നമ്മൾ ഇതുവരെ പ്രിഡിക്റ്റ് ചെയ്ത ഒരു മോഡൽസിനും ഇതിനെ കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേഴ്സ്റ്റ് കേസ് സിനാരിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും മോശം എന്ത് സംഭവിക്കാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. കേരളത്തിലെ എത്ര വരെ പോകാമെന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെർ മില്യൺ, അതായത് 10 ലക്ഷം പേരിൽ എത്ര പേർക്ക് അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നു, അതനുസരിച്ചാണ് മറ്റ് സംസ്ഥാനങ്ങളെ നമുക്ക് നോക്കാവുന്നത്. നമുക്ക് നോക്കാം, പല ഛത്തീസ്ഗഡ് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും പീക്കിന്റെ അടുത്ത് ഏകദേശം എത്തി. അവര് ഈ വലിയ സംസ്ഥാനങ്ങൾ 600-700 ഇടയ്ക്ക് പെർ മില്യനാണ് ഇപ്പൊ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എക്സെപ്റ്റ് ഡൽഹി. ഡൽഹിയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് 1200 പെർ മില്യൺ ആണ്. അതായത് 10 ലക്ഷം പേരിൽ ഒരു ദിവസം 1200 പേർക്ക് അസുഖം സ്ഥിരീകരിക്കുന്നു. അപ്പൊ കേരളം എനിക്ക് തോന്നുന്നു ഡൽഹിയുടെ അത്രയും ഒരു ജനസാന്ദ്രമല്ല, പക്ഷെ മഹാരാഷ്ട്രയെക്കാളും ജനസാന്ദ്രമാണ്. അപ്പൊ കേരളത്തിൽ മാക്സിമം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 700-800 കേസിനിടയ്ക്ക്, 700-800 പെർ മില്യൺ കേസിനിടയ്ക്കാണ്. അതായത് നമുക്ക് തോന്നുന്ന ഒരു 25,000-30,000 ഇടയ്ക്ക് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്രയിലെ സ്ട്രെയിൻ ആണോ കേരളത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് വലിയൊരു ഫാക്ടറാണ്. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് എത്രമാത്രം കേസുകൾ ഇൻഫെക്റ്റഡ് ആകുന്നു എന്നുള്ളത്. ഒന്ന്, മഹാരാഷ്ട്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സസെപ്റ്റബിൾ പോപ്പുലേഷൻ കൂടുതലാണ്. കാരണം ഒന്നാമത്തെ തരംഗത്തിൽ നമ്മുടെ കേസുകൾ കുറച്ച് പേർക്ക് ഇൻഫെക്റ്റഡ് ആയിരുന്നുള്ളൂ, 10% ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ 90% ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, സാധ്യതയുണ്ട്. കേരളത്തിൽ ജനസാന്ദ്രത മഹാരാഷ്ട്രയെക്കാളും കൂടുതലാണ്. പക്ഷേ കേരളത്തിൽ മാസ്കിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയെക്കാളും ബെറ്റർ ആയിട്ട് കേരളത്തിലെ ആൾക്കാർ മാസ്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏറ്റവും വലിയ ഫാക്ടർ, നേരത്തെ അരവിന്ദ് സാർ പറഞ്ഞതാണ് വേരിയേഷൻ സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇനിഷ്യൽ റിപ്പോർട്ട്സ് പറയുന്നത് കേരളത്തിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും UK വേരിയന്റ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് കൺഫർമേഷൻ വരാനുണ്ട്. ഇത് അൺഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ ഒരു ഡബിൾ മ്യൂട്ടന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ട്രാൻസ്മിസിബിലിറ്റി, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത വളരെ കൂടുതലുള്ള വേരിയന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വെള്ളിയാഴ്ചയായിട്ട് ഇതൊരു കൺഫർമേഷൻ കിട്ടും. കേരളത്തിൽ ഈ ഫ്രൈഡേ ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഡിസിസീവായ ഫ്രൈഡേ ആയിരിക്കും. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ പത്മനാഭ ഷേണായി. നമുക്കൊപ്പം വാക്സിൻ വിദഗ്ധൻ കൂടിയുണ്ട്. അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരെയും പാനലിസ്റ്റുകളെയും ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിക്കേണ്ടതുണ്ട്. ഇന്ന് 8:45 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. കോവിഡ് പ്രതിസന്ധി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും കഴിഞ്ഞ 5-6 ദിവസങ്ങളായി രാജ്യത്ത് 2.5 ലക്ഷത്തിലധികം പ്രതിദിന കോവിഡ് രോഗികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു 8:45. മറ്റൊരു ലോക്ക്ഡൗൺ സാധ്യതയാണോ? കൂടുതൽ നിർദ്ദേശങ്ങളാണോ? കൂടുതൽ നിയന്ത്രണങ്ങളാണോ? വാക്സിൻ്റെ അവൈലബിലിറ്റി കൂടുന്ന പ്രഖ്യാപനങ്ങളാണോ? നമുക്ക് 8:45 കാത്തിരിക്കാം. ഞാൻ നിതിനിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് എന്നോടൊപ്പം വാക്സിൻ വിദഗ്ധൻ കൂടിയുണ്ട്. ഫാർമസിസ്റ്റും ഓക്സ്ഫോർഡ് വാക്സിൻ ഗ്രൂപ്പിലെ അംഗവുമായി മുൻസി മാത്യു ഉണ്ട്.
ഞാനിന്ന് മോൻസി മാത്യുവിലേക്ക് പോയതിനു ശേഷം നിതിൻ അംബുജലിലേക്ക് തിരിച്ചു വരാം. മോൻസി മാത്യു, എന്താണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഇന്നലെ കൂടിയ യോഗത്തിൽ പ്രധാനമന്ത്രി തീരുമാനിച്ച ഒരു പുതിയ വാക്സിൻ പോളിസിയുണ്ട്. മെയ് 1-ാം തീയതി മുതൽ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡോക്ടർ അരവിന്ദൻ സൂചിപ്പിച്ചതാണ്. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ചില കണക്കുകളെങ്കിലും കേരളത്തിലെ കോർ കമ്മിറ്റി പരിഗണിച്ചു. 2 തവണ വാക്സിൻ എടുത്തവർക്കും കോവിഡ് ബാധ വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതൊരു പക്ഷേ ജനറ്റിക്കലി വേരിയൻ്റായ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസിൻ്റെ സാന്നിധ്യമായിരിക്കുമോ അതിന് കാരണം? കോവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാണ വേളയിൽ അതിൻ്റെ ഗവേഷണ പ്രക്രിയയിലെല്ലാം താങ്കളും പങ്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പേർട്സ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? UK നിന്നുകൊണ്ട് ഈ ഡബിൾ വേരിയൻ്റായ വൈറസിനെ പ്രതിരോധിക്കാൻ ഈ കോവിഷീൽഡ് കോവാക്സിൻ, ഈ 2 വാക്സിനുകളും ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന സ്പുട്നിക് V എന്ന വാക്സിനും ഇതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഇതുവരെ ഉള്ള ഡേറ്റ കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേൾക്കാം. ഇതുവരെയുള്ള ഡേറ്റ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഇൻഎഫിക്കസി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇതുവരെ ഒരു മ്യൂട്ടേഷനും എത്തിയിട്ടില്ല. എഫിക്കസി റേറ്റിൽ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയൻസിൽ ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ വാക്സിൻസും നിലവിൽ ഈ പറഞ്ഞ വേരിയൻസൻസ്, വെദർ ഇറ്റ് സൗത്ത് ആഫ്രിക്കൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ UK എമർജ് ചെയ്ത വേരിയൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഇന്ത്യൻ വേരിയൻ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ വാക്സിൻസും എഫിക്കേഷ്യസ് ആണ്. പക്ഷെ അതിൻ്റെ എഫിക്കസി റേറ്റിൽ വേരിയേഷൻസ് കാണുന്നുണ്ട്. ഇതുവരെ ഒരു വേരിയൻറ്റും വാക്സിനെ ബൈപ്പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ഈ 2 പ്രാവശ്യം ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് പറയുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ പോപ്പുലേഷനിലെ ആൾക്കാർക്ക് അവർക്ക് അണ്ടർലൈൻ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവരുടെ തന്നെ അണ്ടർലൈൻ ഇമ്മ്യൂൺ സിസ്റ്റം അപ്രോപ്രിയേറ്റ്ലി ഈ പറയുന്ന വാക്സിൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. നാച്ചുറലി ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിബോഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ആ ഒരു പ്രോസസ്സ് ഫോർ ദെയർ ഓൺ ഫിസിയോളജിക്കൽ റീസൺസ് നടക്കുന്നില്ലെന്നുള്ളതാണ് ഇനിഷ്യൽ ഒബ്സർവേഷൻ. ഇന്നലെ നമ്മൾ അല്പം ആശങ്കയോടുകൂടി കണ്ടൊരു വാർത്ത കേരളത്തിലെ കോർ കമ്മിറ്റി ചർച്ച ചെയ്തത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. 2 തവണ വാക്സിൻ എടുത്തവർക്കും കോവിഷീൽഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വാക്സിൻ വരുന്നു, വൈറസ് ബാധ ഉണ്ടാവുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് വലിയൊരു നമ്പറിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ രീതിയിൽ ഒരു ആശങ്കയും വേണ്ടതില്ല. ഈ എഫിക്കസി റേറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യത്യാസമേ അതിൽ സംഭവിച്ചിട്ടുണ്ടാവൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ 85% എഫിക്കസി ഒരു വാക്സിന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 15% ഇതിന്റെ ഔട്ട്സൈഡിൽ ലൈ ചെയ്യുന്നുണ്ട്. ആ 15% പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഈ 15% അല്ലെങ്കിൽ 85% തന്നെ ആൾക്കാർക്ക് ഇപ്പൊ B-സെൽ പ്രോബ്ലംസ് ഉള്ളത് അല്ലെങ്കിൽ സ്റ്റെം സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അണ്ടർലൈൻ പ്രോബ്ലംസ് ഉള്ളവർ, ഇവർക്കൊന്നും ഈ വാക്സിൻ ചിലപ്പം അപ്രോപ്രിയേറ്റ്ലി റെസ്പോണ്ട് ചെയ്തെന്ന് വരികയില്ല, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്ലി ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരില്ല. അപ്പൊ ഈ പറയുന്ന നമ്പേഴ്സ് വളരെ നോമിനൽ ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ആണ്. ഓക്കെ, എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഏകദേശം അഡൽട്ട് പോപ്പുലേഷൻ 80% വാക്സിനേറ്റഡ് ആയതുകൊണ്ട് മാസ്ക് വയ്ക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു വാർത്ത നമ്മൾ വായിച്ചിരുന്നു. ഇപ്പോൾ ഈ 1-ാം തീയതി മുതൽ, മെയ് 1-ാം തീയതി മുതൽ രാജ്യത്ത് പുതിയ വാക്സിൻ പോളിസി വരികയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം വാക്സിൻ ലഭ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. താങ്കൾ ബ്രിട്ടനിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് മോഡൽ പ്രതിരോധ പ്രവർത്തനവും ഈ വലിയ രീതിയിലുള്ള വാക്സിനേഷനും ഇന്ത്യയിൽ എത്രമാത്രം സാധ്യമാണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? പല സംസ്ഥാനങ്ങളിലും കടുത്ത വാക്സിൻ ക്ഷാമമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി റേറ്റ് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും? താങ്കൾ കോവിഷീൽഡിൻ്റെ ഗവേഷണ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നല്ലോ. നമ്മൾ ഈ 3 രാജ്യങ്ങളും നമ്മൾ യാതൊരു കമ്പാരിസനും ഇല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന 19 മില്യൺ പോപ്പുലേഷനാണ്. UK എന്ന് പറയുന്ന അറൌണ്ട് 64 to 65 മില്യൺ പോപ്പുലേഷനാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്താണെന്ന് അരുൺ അറിയാലോ, എനിക്ക് കറക്റ്റ് പ്രിസൈസ്ലി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന കമ്പാരിസനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. പിന്നെ വെദർ ദ സക്സസ് ഓഫ് UK ആൻഡ് ഇസ്രായേൽ വാക്സിനേഷൻ ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്, അത് വളരെ ഡിഫിക്കൽട്ട് ടു സേ. ബിക്കോസ് ഇന്ത്യയുടെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവളുടെ സ്കെലിറ്റൻ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കെലിറ്റൻ, ഒരു രാജ്യത്തിന്റെ സ്കെലിറ്റൻ ഹെൽത്ത് സിസ്റ്റം
കൺസിസ്റ്റന്റ് അല്ല. കേരളത്തിന്റെ ഹെൽത്ത് മോഡൽ അല്ല UP ഫോളോ ചെയ്യുന്നത്, വെസ്റ്റ് ബംഗാൾ ഫോളോ ചെയ്യുന്നത്. അസം UK എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു പോളിസി അങ്ങോട്ട് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്, അതിനുവേണ്ട സിസ്റ്റം ഉണ്ട്, അതിനുവേണ്ട സ്പൈൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിനുള്ള അതോറിറ്റി ഉണ്ട്. അതേസമയം ഇന്ത്യൻ മോഡൽസിൽ സ്റ്റേറ്റ് ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഈ ഹ്യൂജ് ഡിസ്പാരിറ്റീസ് ആണ്. അപ്പം അത് തന്നെ ഇപ്പം നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഈസ്റ്റ് വെസ്റ്റ് ബംഗാൾ അല്ല ബംഗാളിലെ ഡേറ്റ നിങ്ങൾ കമ്പയർ ചെയ്യുന്നു, ഡൽഹിയിലെ ഡേറ്റ നിങ്ങൾ കമ്പയർ ചെയ്യുന്നു, അതുമായിട്ട് നമുക്ക് കേരളത്തിന്റെ ഹെൽത്ത് മോഡലിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ നേരത്തെ അഷീൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മറ്റുള്ളിടത്തെ ഒരു ഡേറ്റ കണ്ട് നമ്മൾ പാനിക്കാവുന്നതിനകത്ത് പ്രത്യേകിച്ച് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു വേരിയൻസിനെ കൺസിഡർ ചെയ്ത് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റ കാര്യം കൂടി, പുതിയൊരു ജാൻസൺ വാക്സിൻ കൂടി, സിംഗിൾ ഡോസ് വാക്സിൻ കൂടി, ഷോർട്ട് വാക്സിൻ കൂടി ഇപ്പോൾ ക്ലിനിക്കൽ ട്രയലിന്റെ 3ാം ഘട്ടത്തിന് അനുമതി തേടിയിരിക്കുകയാണ്. ഇത്തരം വാക്സിനുകളുടെ എഫിക്കസി റേറ്റിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക താങ്കൾക്കുണ്ടോ? വളരെ പ്രൊഫഷണലായ ഒരു പൊസിഷനിലാണ് താങ്കൾ നിൽക്കുന്നത് എങ്കിൽ പോലും, കാര്യം ഈ വാക്സിനും നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. അല്ല, അതിനകത്ത് ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിനെ കുറിച്ച് ഞാൻ അതിന്റെ സ്റ്റഡി ചെയ്യുന്ന ആളാണ്. ആക്ച്വലി ഒരു സ്റ്റഡി, പ്രഗ്നൻസിയിൽ ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ വരെ ഞങ്ങൾ പ്രിപ്പറേഷനിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഗൈഡൻസ് കിട്ടിയിരിക്കുകയാണ് സ്റ്റോപ്പ് ചെയ്യാൻ. ബിക്കോസ് സേഫ്റ്റി സിഗ്നൽസ് അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പം ക്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിനും ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ജസ്റ്റ് 3 മിനിറ്റ് മുമ്പ് യൂറോപ്യൻ യൂണിയന്റെ ഒരു നോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിനുമായിട്ട് ഈ ക്ലോട്ടിംഗ് ഡിസോർഡറിനെ ലിങ്ക് ചെയ്യുന്ന ഒരു എവിഡൻസ് വന്നു എന്ന് ന്യൂസുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം സംഭവിച്ചൊരു കാര്യം, ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് അർത്ഥത്തിൽ അല്ലേ എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് സ്വാഭാവികമാണ്. ഏത് മെഡിസിനും സൈഡ് എഫക്റ്റ്, ഏത് വാക്സിനും ഒരു പരിധി വരെയുള്ള സൈഡ് എഫക്റ്റുകൾ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പം ആസ്ട്രസെനിക്കയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 36 മില്യൺ ഡോസസ് കൊടുത്തതിൽ 79 കേസുകളാണ് വന്നേക്കുന്നത്. UK വെറും 79 കേസുകളെ വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കേസ് പെർ 1 മില്യൺ ഡോസസ്. അപ്പം ഈ പറയുന്നതെല്ലാം വളരെ എക്സ്ട്രീംലി ലോ നമ്പേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങളൊരു ട്രിവാൻഡ്രം പോലെ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ 1 മില്യൺ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഓൾറെഡി താങ്ക് യു മോൻസി മാത്യു. എന്തായാലും ഈ ദിവസം താങ്കളിൽ നിന്ന് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. എനിക്കൊന്ന് വരും ദിവസങ്ങളിലും താങ്കളുടെ സാന്നിധ്യം 24-ൽ ഉണ്ടാവും. നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കും മറ്റ് അതിഥികളിലേക്കും കൂടി പോകണം എന്നുള്ളത് കൊണ്ട് സ്റ്റേ സേഫ് മോൻസി മാത്യു ആൻഡ് താങ്ക്സ് എ ലോട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മോൻസി മാത്യു നമ്മളോടൊപ്പം പങ്കുവച്ചത്. ലണ്ടനിലെ റിസർച്ച് ഫാർമസിസ്റ്റും ഓക്സ്ഫോർഡ് വാക്സിൻ ഗ്രൂപ്പിലെ അംഗവുമായ മോൻസി മാത്യു ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ പത്മനാഭ ഷേണായി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ കെ പി അരവിന്ദൻ. ഡോക്ടർ കെ പി അരവിന്ദൻ, അങ്ങ് പറഞ്ഞു വന്നത് തുടരാം. ചെറിയ ശബ്ദ തടസ്സമുണ്ടായിരുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. എന്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ രാജ്യം അതിരൂക്ഷമായ കോവിഡ് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വാക്സിൻ നിർമ്മാതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മോൻസി മാത്യു പറഞ്ഞിരിക്കുന്നത് പോലെ പുതുതായിട്ട് പരീക്ഷണത്തിൽ വരുന്ന വാക്സിൻ്റെ ഒരു എഫിക്കസിയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ളതും യൂറോപ്യൻ യൂണിയൻ കൺസേൺ ആയിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ഇനി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി കാത്തു കിടക്കുന്നതും. അങ്ങ് പറഞ്ഞു വന്നത് തുടർന്നാൽ ജനിതക വ്യതിയാനം സംഭവിച്ച ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ്, അതാണ് അങ്ങയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് എന്നാണ്. ഡബിൾ മ്യൂട്ടൻ്റ് മാത്രമല്ല, ഇപ്പോൾ ക്വാഡ്രിപ്പിൾ മ്യൂട്ടൻ്റ് 4 മ്യൂട്ടേഷൻ തന്നെ സ്പൈക്ക് പ്രോട്ടീനിലുള്ള, അതായത് B11618 എന്ന് പറഞ്ഞ പുതിയ ഒരു ലീനിയേജ്, അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് എത്രമാത്രം ഈ മ്യൂട്ടേഷൻ, അതായത് സ്പൈക്ക് പ്രോട്ടീനിൽ ആണ്, അതിനെതിരെയാണ് എല്ലാ വാക്സിനും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സ്പൈക്ക് പ്രോട്ടീനിൽ ഇത്രയധികം മ്യൂട്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഘടന സാരമായ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ വാക്സിനിൻ്റെ എഫിക്കസി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് വൈറസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കാം, പുതിയ മ്യൂട്ടേഷൻസ്, പുതിയ ലീനിയേജുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ വി ആർ ഇൻ എ റേസ് അഗൈൻസ്റ്റ് ടൈം. അപ്പോൾ വൈറസുമായുള്ള ഈ ടൈമിൽ എത്രയും പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പോളിസി. അതിന് പക്ഷേ നിർഭാഗ്യവശാൽ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എന്താണ് പറയാതെ എനിക്ക് അറിഞ്ഞുകൂടാ, നിർഭാഗ്യവശാൽ ഇന്ത്യ ഇതുവരെയായിട്ട് എല്ലാവരെയും ഫ്രീ ആയിട്ട് വാക്സിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുകയാണ്.
പിന്നോക്കം പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാനങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ വാങ്ങി വിതരണം ചെയ്തോളൂ, കമ്പനികൾ ഇഷ്ടം പോലെ വില ഈടാക്കി നിങ്ങൾ ചെയ്തു, ഫ്രീ മാർക്കറ്റിന് ഇത് മുഴുവൻ വിട്ടിട്ട് ജനങ്ങൾക്ക് ഒരു സുരക്ഷ നൽകുന്നതിന് പകരം അത്തരത്തിലുള്ള പോളിസികൾക്ക് പകരം വളരെ പിന്നോക്കം പോകുന്ന ഒരു സ്ഥിതിയാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദിവസം വന്നിട്ടുള്ള വാർത്ത. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതിലൊരു മാറ്റം ഉണ്ടായിട്ടെന്ന് പ്രധാനമന്ത്രി ഒരു പുതിയ ഇത് പ്രഖ്യാപിക്കുന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മാത്രമല്ല എനിക്കൊന്നു ഈ ഡൽഹി ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം കേന്ദ്ര സർക്കാരിന് ഈ ഓക്സിജൻ ലഭ്യതയെക്കുറിച്ച് കൂടി അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഡോക്ടർ കെ പി ഞാൻ മടങ്ങി വരാം. ഡോക്ടർ മുഹമ്മദ് ഷീൽ, നേരത്തെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മോൻസി മാത്യു ഈ വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം താങ്കളോട് ആവർത്തിക്കുന്നില്ല. മാത്രമല്ല ഈ ഘട്ടത്തിൽ ആ ചോദ്യം അപ്രസക്തവുമാണ്. നമ്മൾ ഇതിലൊരു ശക്തമായ പോരാട്ടത്തിന് പോവുകയാണ്. അതിന് തലമുടി നാരിഴ കീറി പരിശോധിക്കുന്നതിനും അപ്പുറം എൻ്റെ ഒരു കൺസേൺ എന്തായിരിക്കാം പ്രധാനമന്ത്രി ഈ 8:45 പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കൈവിട്ട അവസ്ഥയുണ്ട്. മഹാരാഷ്ട്ര ലോക്ക്ഡൌണിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് ബോംബെയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ലോക്ക്ഡൌണിനെ കുറിച്ചായിരിക്കില്ല പറയാൻ പോകുന്നത് നമ്മൾ ആശിച്ചാൽ പോലും കേരളത്തിൽ ഈ നൈറ്റ് കർഫ്യൂ കൊണ്ട് ഈ പറയുന്ന ഒരു കർവിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷീൽ കരുതുന്നുണ്ടോ? ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, വാക്സിൻ ക്ഷാമം എന്നുള്ളത് താങ്കളെ അലട്ടി തുടങ്ങിയിട്ടുണ്ടോ? ഫസ്റ്റ് കാര്യം പറയാം, ഈ നൈറ്റ് കർഫ്യൂവിനെ കുറിച്ച് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ചാൽ ഈ രാത്രിയാണോ, പലരും ഫേസ്ബുക്കിൽ രാത്രിയാണോ കോവിഡ് ഇറങ്ങുന്നത്, രാത്രി 9 മണിക്ക് ശേഷമാണോ കോവിഡ് ഇറങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈറ്റ് കർഫ്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്, നമ്മൾ ഈ നൈറ്റ് കർഫ്യൂവിന്റെ മെസ്സേജ് എടുക്കേണ്ടത് നൈറ്റിൽ മാത്രമല്ല, അത് നമ്മൾ എടുക്കേണ്ടത് പകലുകൂടിയാണെന്നുള്ള ഓർമ്മ വേണം. അതായത് നമ്മൾ ഇനി പാലിക്കേണ്ട നൈറ്റ് കർഫ്യൂ എന്നത് സാധനം നൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളെങ്കിൽ 9 തൊട്ട് രാവിലെ വരെയാണ് ഉള്ളെങ്കിൽ പോലും ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡേ കർഫ്യൂ എന്ന ഡേയിലല്ലേ പ്രവർത്തനം നിരോധിക്കേണ്ടത് വെച്ചാൽ ഡേയിൽ നിരോധിക്കുന്നതിനാണ് നമ്മൾ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ എന്നുള്ള എക്സ്ട്രീംലി എക്കണോമിക്കലി ഹാംഫുൾ ആയ ഒരു സാധനത്തിന്, എക്കണോമിയിൽ തകർക്കുന്ന ഒരു സാധനത്തിന് അല്ലെങ്കിൽ തകർക്കുന്ന പറയാവുന്ന സാധനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാണിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഈ സാധനം. ഈ സൂചന എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സൂചനയാണ്, മറ്റു കാരണങ്ങളുണ്ട്. പ്രധാന സൂചന എന്ന് പറയുന്നത് ഇനി നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ലോക്ക്ഡൌൺ ആണ് എന്നുള്ള കൃത്യമായ ഒരു സൂചനയാണ് നൽകുന്നത്. അതോടൊപ്പം നമ്മൾ പറയുന്ന ഇതിന്റെ നൈറ്റ് കർഫ്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കൂട്ടിച്ചേരലുകൾ, അതായത് നോൺ എസെൻഷ്യൽ രാവിലെ കാര്യങ്ങളിൽ മിക്കവാറും ഡെയിലി ബേസ്ഡ് ആളുകളൊക്കെ മിക്കവാറും ആ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് രാവിലെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് നോൺ എസെൻഷ്യൽ ആയിട്ട് കൂട്ടായ്മകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതേസമയം എസെൻഷ്യൽ ആയിട്ടുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ എന്താ മരുന്ന് സംബന്ധ ആശുപത്രി അങ്ങനെയുള്ള സംവിധാനങ്ങളും പിന്നെ ലോങ് റൂട്ട് ട്രാൻസ്പോർട്ടും അതൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസറോട് ചോദിച്ചതാണ്, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ നമുക്ക് തിരക്ക് കുറക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ നീട്ടുകല്ലേ വേണ്ടത്, അതായത് കടകളുടെ കൂടുതൽ സമയം തുറന്നു വെക്കല്ലേ വേണ്ടത്. അത് തെറ്റായ ഒരു സംഭവമാണ്. ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻഡ്. എങ്ങനെയാണ് നമ്മൾ എല്ലാ കടകളിലേക്ക് ടോക്കൺ എടുത്തിട്ടാണ് പോകുന്നെങ്കിൽ ഇത് പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട സജഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ മുഹമ്മദ് ഷീൽ? അതെനിക്കറിയാം, ആ കാര്യം അറിയില്ല. ഞാൻ പറയുന്നത് പലരും ഞാൻ ഇത് കണ്ടതാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് കൂടുതൽ നേരം തുറന്നു വെക്കുന്ന സാഹചര്യത്തിൽ കൂട്ടെ ഈ കൂടുതൽ അത് എന്തിൻ്റെ വെച്ചാൽ കൂടുതൽ നേരം തുറന്നു വെക്കുന്ന സമയത്ത് വുഡ് ഹാവ് ബീൻ പോസിബിൾ എല്ലാം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ടോക്കൺ എടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കടകളിലേക്ക് ടോക്കൺ എടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്ലാത്ത സമയത്ത് സംഭവം വെച്ചാൽ ആരെങ്കിലും പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ പുറത്തൊരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനോട് കൃത്യമായിട്ട് പറയാൻ പറ്റും ഞാൻ സാധനം വാങ്ങിക്കാൻ വന്നതാണെന്ന് എന്നൊരു. അതുകൊണ്ട് എസെൻഷ്യൽ ആയ കൂട്ടായ്മകൾ മാത്രമാണ് ഈ സമയത്ത് അനുവദിക്കുന്നത്. ഈ അനുവദിക്കുന്ന സാധനം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂചന മാത്രമാണ്. പലരും ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇപ്പൊ 75 ആളുകളാണ് അകത്ത് ഇതിന്റെ അകത്ത് ഹോളിന്റെ അകത്ത് അനുവദിക്കുന്നത്. 76ാമത്തെ ആൾക്കാണ് രോഗം കിട്ടുന്നത്. 75 എന്നുള്ളത് ഒരു ലീഗലി വരച്ച വരെയാണ്. എന്താണ് നമ്മൾ മോറലി എത്തിക്കലി സോഷ്യലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ മീറ്റിങ്ങുകളും ഇപ്പോൾ അവോയ്ഡ് ചെയ്യുക. ഓൺലൈൻ അത് അല്ല, ഇനി ഓൺലൈൻ ആക്കണോ, ഓൺലൈൻ ആക്കാൻ പറ്റുന്ന ഓൺലൈൻ ആക്കുക. ഇനി ഒരാളെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വെക്കുക, രണ്ടാളെ വെക്കുമ്പോൾ രണ്ടാളെ വെക്കുക. ഓരോരാളെയും ആഡ് ഓൺ ചെയ്യുമ്പോൾ നാളെ ആലോചിക്കുക, ആ റിസ്ക് കൂടുന്നുണ്ട്. ഞാനൊരു കാര്യം ഡോക്ടർ മുഹമ്മദ് ഷീലോട് നേരിട്ട് അങ്ങ് ചോദിക്കട്ടെ, കാരണം ഈ ആളുകൾ പലപ്പോഴും റിലേറ്റ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും. ഡോക്ടർ മുഹമ്മദ് ഷീൽ, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വ്യക്തിപരമായ ആഘോഷങ്ങളാണ് ഈ ഗൃഹപ്രവേശം, വിവാഹം, നിശ്ചയം, ഇതല്ലെങ്കിൽ ഇതുമായി
ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, മരണം നമ്മുടെ പിടിയിൽ നിൽക്കുന്നത് അല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ഇത്തരം കാര്യങ്ങൾ മുഹമ്മദ് റഷീലിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ ദിവസങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റഷീൽ നിലവിലുള്ള ഈ കണക്കുകളുടെ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു ഡോക്ടർ മുഹമ്മദ് റഷീൽ? ഉറപ്പായിട്ട് മാറ്റിവെക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോള് കുറേ കാലം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോള് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് ബീച്ചിൽ പോകണമെന്നായിരുന്നു. അപ്പം ഞാൻ അവളെ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ കാണുമ്പോൾ എല്ലാവരും പോകുന്നു, എല്ലാവരും കൂടുന്നു, എല്ലാവരും ഇരിക്കുന്നു, പിന്നെ എനിക്കെന്താ പോയാലും ഉപ്പാക്ക് മാത്രമാണ് പ്രശ്നം അവൾ എന്നോട് പറയും. ഞാൻ ഈ കോവിഡ് കാലത്ത് 5 പ്രാവശ്യം വീട്ടിൽ പോയത്. അപ്പോൾ ആ സമയത്ത് അവർ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞതാ, ഒരുപക്ഷെ നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോവിഡും കൊണ്ട് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മാമക്ക് കോവിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാമക്ക് മരണം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം അവളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാരേജ് ക്ലസ്റ്ററിനെ കുറിച്ച് പഠിക്കായിരുന്നു. ആ മാരേജ് ക്ലസ്റ്ററിന്റെ അകത്ത് കൊണ്ടുപോയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അവസാനത്തെ കല്യാണമാണ്, അതുകൊണ്ട് ഉമ്മാമയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുപോയിട്ട് അത് അവരുടെ ആ ഉമ്മാമയുടെ അവസാനത്തെ കല്യാണം ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഈ ഘട്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 1.5 മാസത്തേക്ക് നമ്മൾ പരമാവധി എല്ലാം മാറ്റിവെക്കുക. ഈ ലീഗലി വരച്ച വരെയല്ല നമ്മൾ നോക്കട്ടെ, നമ്മൾ ഏറ്റവും കുറച്ച് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. കാരണം ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറയുന്ന നിയന്ത്രണങ്ങളോടൊക്കെ പൂർണ്ണമായിട്ട് നമുക്കൊപ്പം ഡോക്ടർ എസ് എസ് ലാൽ ഉണ്ട്. ഡോക്ടർ എസ് എസ് ലാൽ, നമുക്കൊപ്പം UK നിന്നുള്ള ഫാർമസിസ്റ്റും ഗവേഷകനുമായ മോൻസി മാത്യു ഉള്ളത് കൊണ്ടാണ് താങ്കളെ ആ ലൈനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയാതെ പോയത്. അതിൽ ഖേദം പ്രകടിപ്പിക്കുക കൂടി ചെയ്യുന്നു. എനിക്കറിയേണ്ടത്, നമ്മൾ നേരത്തെ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഒരു പൊതു ആരോഗ്യ പ്രവർത്തകൻ എന്നെ വിളിച്ച് വരുന്ന 5-6 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ളൊരു വർധനവ് കേരളം പ്രതീക്ഷിക്കണം. പീക്ക് എന്ന് IIT നിശ്ചയിച്ചിരിക്കുന്ന മെയ് 2 മുമ്പ് തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് പ്രതിദിനം 1,00,000 കേസുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മളുടെ സംവിധാനം പര്യാപ്തമാണോ എന്നുള്ളതാണ്. നിലവിൽ നൈറ്റ് കർഫ്യൂ വരുന്നു, പലയിടങ്ങളിലും ലോക്ക്ഡൌണുകൾ പ്രാദേശികമായി സർക്കാർ ഏർപ്പെടുത്തി കഴിയുന്നു. ഈ സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് ഈ വരാൻ പോകുന്ന കണക്കിന്റെ ഭയാനകതയെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഡോക്ടർ എസ് എസ് ലാൽ കരുതുന്നുണ്ടോ? ഇത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇന്നൊരു ഗൗരവമുള്ളതാണ്, ഈ അവസ്ഥ ഗൗരവമുള്ള അവസ്ഥയാണ്, അതിന് സംശയമില്ല. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു അപകട സാധ്യതയുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ആരോഗ്യ സംവിധാനവും മെച്ചപ്പെട്ടതായതുകൊണ്ട് കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. ആരോഗ്യ സംവിധാനത്തിന് മെച്ചം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു ഗൗരവ സ്വഭാവമുള്ളതാണ്. എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. ഇതിനകത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രൈവറ്റിന്റെ എണ്ണമൊക്കെ പറയുന്നെങ്കിലും, പ്രൈവറ്റ് സെക്ടറിന്റെ എണ്ണമൊക്കെ പറയുന്നെങ്കിലും ഇതിനകത്ത് ഗവൺമെന്റ് ഇപ്പോഴും ചെയ്തിട്ടില്ലാത്ത കാര്യം, ഇതിന് കേരളത്തിലെ ഒരു ഒറ്റ യൂണിറ്റായിട്ട്, കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം ഒറ്റ യൂണിറ്റായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇന്നലെ മറ്റു ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഫസൂൽ ഗഫൂർ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ആരും കോൺടാക്ട് ചെയ്തില്ല, എത്രയോ സ്വകാര്യ ആശുപത്രികളുടെ അധിപനാണ്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അത് ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്. സ്വകാര്യ മേഖല എന്ന് പറയുന്നത് മോശമാണെന്ന് വിചാരിച്ചിരിക്കേണ്ട പ്രശ്നമാണ്. അതിന്റെ സ്വകാര്യ മേഖല നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ചയുടെ സമയമല്ല. നമുക്കുള്ള റിസോഴ്സസ് മുതൽ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ്. പ്രൈവറ്റ് ആശുപത്രികളുടെയും ബെഡിന്റെയും എണ്ണത്തിന്റെയും ഒക്കെ പറയുമ്പോഴും, ഞാൻ ഇന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയ ഒരാളാണ്, ഒരു വീട്ടിലൊരു അംഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിൽ അത് ഒറ്റ യൂണിറ്റായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുക. അവിടെയാണ് ഒരു ഭയമുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 3 ദിവസം മുമ്പും അവിടുത്തെ സൂപ്രണ്ടുമാരുമായിട്ട് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പോലും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലെന്ന് അവിടുത്തെ, അത് ഈ ഗവൺമെന്റ് നിയമിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ക്രൈസിസിനെ അവർ ഭയക്കുന്നു. അടുത്തിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ പിരിച്ചുവിട്ടു 1 വർഷം മുമ്പ് എടുത്ത്. ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്, ഡോക്ടർമാരും നഴ്സുമാരും എല്ലാ സ്റ്റാഫും നല്ലവരാണ്, ഹെൽത്ത് സിസ്റ്റം നല്ലതാണ്. പക്ഷെ ഇങ്ങനെ ക്രൈസിസ് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ, ഇപ്പോൾ വെന്റിലേറ്ററും അതൊക്കെ മാത്രം പോലും, ബെഡ് മാത്രം പോലും, അതിന് പരിശീലനം ലഭിച്ച ഡോക്ടർമാരും ഒക്കെ ആവശ്യം വേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫ്, ക്ലിനിക് സ്റ്റാഫ് ഉൾപ്പെടെ വേണ്ടതാണ്. അത് കൂടാതെ സ്വകാര്യ മേഖലയിൽ ഗവൺമെന്റിന്റെ ഒരുപോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ വേണം. ഇപ്പൊ പല രോഗങ്ങൾക്കൊക്കെ ക്ഷയരോഗത്തിന് 10 കൊല്ലം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ടീം നടപ്പിലാക്കുകയാണ്. ഒരാൾക്ക് ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ചികിത്സ ഒരുപോലെയാണ്. പ്രൈവറ്റിൽ പോലും ഗവൺമെന്റ് മരുന്ന് സൂക്ഷിച്ചിരിക്കും. ഇത്തരത്തിൽ കേരളത്തിന്
കേരളത്തിന്റെ ആരോഗ്യ ഹെൽത്ത് സിസ്റ്റം ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നതിനകത്ത് ഓക്കെ, ആ പോയിന്റ് വെൽ ടേക്കൺ പോയിന്റ് ആണ്. എനിക്കൊന്ന് ഡോക്ടർ എസ് ലാൽ അതിനുള്ള മറുപടി, അതിന് എങ്ങനെയാണ് ബാക്കി എക്സ്പേർട്സ് കൂടി കാണുന്നത് എന്നത് നമ്മുടെ ഈ അടുത്ത ഘട്ടത്തിലെ ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കാം. പത്മനാഭ ഷേണായിലേക്കും ഡോക്ടർ കെ പി അരവിന്ദനിലേക്കും മുഹമ്മദ് റഷീദിലേക്കും എത്താം. പ്രേക്ഷകരിലേക്ക് ഇന്ന് 8:45 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസമായി രാജ്യത്തെ കോവിഡ് വർധനവ് 2 ലക്ഷത്തിന് മുകളിൽ ഒരു ദിവസം നിൽക്കുന്ന സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയടക്കമുള്ള സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌണിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നു. പല സംസ്ഥാനങ്ങളിലും വാരാന്ത്യ ലോക്ക്ഡൌണിലേക്കും മാറിക്കഴിയുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇന്ന് 8:45 അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഗുരുതരമായ ഒരു കോവിഡ് പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നത് ഉറപ്പുമാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. നമുക്കൊപ്പം വിദഗ്ധ പാനലിസ്റ്റുകളുണ്ട്. ഡോക്ടർ പത്മനാഭ ഷേണായിലേക്ക് പോകാം. ഡോക്ടർ പത്മനാഭ ഷേണായി, പ്രധാനമന്ത്രി എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വൈൽഡ് ഗസ് ഡോക്ടർ പത്മനാഭ ഷേണായിക്കുണ്ടോ? നിരവധി ആളുകൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. ഒരു ലോക്ക്ഡൌണിലുള്ള പ്രവചനമാണോ, മറ്റന്നാൾ മുതൽ ലോക്ക്ഡൌൺ എന്നൊരു ബിഗ് ബ്രേക്കിംഗിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പ്രധാനമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ കണക്കുകൾ വെച്ച് നോക്കിയിട്ട്? നമ്പർ 2, വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം. ഈ രണ്ടാമത്തെ ഈ തരംഗത്തിൽ കൂടുതൽ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വാസ്തവമാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി എപ്പോഴും ആളുകളെ ടേക്കൺ ബൈ സർപ്രൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പ്രധാനമന്ത്രി പലപ്പോഴും പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ഒരു വാക്സിനേഷൻ ലെവൽ എടുക്കണമെന്നോ വാക്സിനേഷൻ പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുകയാണെന്നോ. കാരണം 6 മണിക്ക് വാക്സിൻ മാനുഫാക്ചറേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അവർക്കെല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ജാഗ്രത കൂട്ടേണ്ട ആവശ്യത്തെക്കുറിച്ചായിരിക്കും. കാരണം നിർമ്മലാ സീതാരാമൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞത് പ്രാദേശിക ലോക്ക്ഡൌൺ ഉണ്ടാകാം, പക്ഷേ നാഷണൽ ലോക്ക്ഡൌൺ സാധ്യത ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. അപ്പോൾ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രാദേശികമായിട്ട് ബെഡ് ടൈട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, ആരോഗ്യ സംവിധാനങ്ങൾ ബിൽഡപ്പ് ചെയ്ത് അവിടങ്ങളിൽ വേണമെങ്കിൽ പ്രാദേശികമായി ലോക്ക്ഡൌൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഗവൺമെന്റ് എടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല, പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെന്റ് നമുക്ക് ഇനി 10 മിനിറ്റല്ലേ ഉള്ളൂ, നമ്മൾ കൂടുതൽ ഗസ് ചെയ്യേണ്ട. രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്, രണ്ടാമത്തെ എന്തായിരുന്നു വരും? ശ്വാസകോശ സംബന്ധമായ അസുഖം 2ാം തരംഗത്തിൽ കൂടുതൽ പ്രകടമാകുന്നുണ്ടോ? ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മോർട്ടാലിറ്റിയും വളരെ കൂടുതലാണെന്ന് പഠനങ്ങളൊന്നുമില്ല. പക്ഷേ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിൽ കൂടുതൽ ഓക്സിജന്റെ റിക്വയർമെന്റ് വേണ്ടി വരുന്നു എന്നൊക്കെ ഇനിഷ്യൽ ക്ലൂസ് ഉണ്ട്. നേരത്തെ 45% ഇപ്പൊ 47-48% ആളുകൾക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു റേജിംഗ് പാൻഡമിക് ആയി 2-3 ആഴ്ചത്തെ ഡേറ്റ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നേരത്തെ ഉള്ളതിനേക്കാളും വളരെ കൂടുതൽ ആളുകൾ ഇൻഫെക്റ്റഡ് ആകുന്നത് കൊണ്ട് അതിന്റെ പ്രൊപ്പോർഷനായിട്ട് ന്യൂമോണിയ വരുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഡേറ്റ ഇനിയും പുറത്തു വരാനുണ്ട് നമുക്ക്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെ പ്രതിരോധിക്കേണ്ട വിധവും ചികിത്സിക്കേണ്ട വിധവും പഴയ വേരിയന്റുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. മാസ്ക് കൊണ്ട് പ്രതിരോധിക്കാം, അതുപോലെ തന്നെ തുറന്ന ഇടങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാം. അതിൽ വ്യത്യാസം വന്നില്ല. ഒരേ ഒരു വ്യത്യാസം, ഇത് കുറച്ച് ട്രാൻസ്മിസിബിലിറ്റി കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ മാസ്ക് വെച്ചാൽ നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ചികിത്സയിൽ ഡെക്സാമെഥസോൺ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ടോസിലിസുമാബ് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ചികിത്സയിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ്സ്. അപ്പം വലിയ ഒരു ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ മോർട്ടാലിറ്റി റേറ്റിലാണെങ്കിലും വലിയൊരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ മോർട്ടാലിറ്റി 0.7 to 1% തന്നെയായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോർട്ടാലിറ്റി കുറവൊന്നുമല്ല. ഇന്ത്യയുടെ മോർട്ടാലിറ്റി ഫിഗേഴ്സ് നോക്കുമ്പോൾ പെട്ടെന്നൊരു കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മോർട്ടാലിറ്റിയും പതുക്കെ കേസുകൾ കൂടിക്കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് മരണനിരക്ക് കൂടുന്നത്. ഇന്നലെ ഇന്ത്യയിലെ റെക്കോർഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വൈറസ് എങ്ങനെ ഉണ്ടായിരുന്നു അത്രയും തന്നെ ഡേഞ്ചറസ് തന്നെയാണ് ഈ വൈറസ്. അതിനേക്കാളും മൈൽഡ് അല്ല, പക്ഷേ കൂടുതൽ ട്രാൻസ്മിറ്റബിൾ ആണ്. അതായത് കൂടുതൽ ആളുകൾ പടർന്നു പിടിക്കുന്നു. അങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ സിക്കാകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റൽ ബെഡുകൾ നിറയുന്നു. ഒരു കാര്യം കൂടി പത്മനാഭ ഷേണായി, ഇപ്പോൾ ഡോക്ടർ എസ് ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുകൊണ്ടുള്ള ഡിഫൻസ് മെക്കാനിസം അതാണോ ഇനി സംസ്ഥാന സർക്കാർ ഉടൻ ചെയ്യേണ്ടത് ഈ കണക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ? 100%. അത് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. ടോട്ടലി ഇപ്പോൾ എത്ര ബെഡ്സ് എറണാകുളത്ത് അല്ലെ ഒരു ജില്ലയിൽ ഇത്രയും കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എറണാകുളത്ത് 17,000 കേസുകളൊക്കെ ഉണ്ട്. അതൊരു 25,000-30,000 ആയി കഴിഞ്ഞാൽ അതിൽ 10% ആളുകൾക്ക് ICU ബെഡ് വേണ്ടി വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ ബെഡുകൾ ഉണ്ടെന്ന് നോക്കി മൈക്രോ മാനേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് ഡിഫറെന്റ് ഹോസ്പിറ്റൽസിൽ ഒരു ഹോസ്പിറ്റലിൽ 30 ബെഡുണ്ട്, അതിൽ 18 ഒക്യുപ്പൈഡ് ആണ്, 12 വേക്കന്റ് ആണ്. അങ്ങനെയുള്ള ഡേറ്റ ഡെഫിനറ്റ്ലി അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് ഇപ്പോൾ ഡാഷ്ബോർഡ് പോലെ നമ്മളിപ്പോൾ ഇലക്ഷൻ എഴുതുമ്പോൾ ഡാഷ്ബോർഡ് പോലെ ഇത്ര ബെഡുണ്ട്, എത്ര ബെഡ് വേക്കന്റ് ആണ്, നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ. അഷീൽ എന്തോ പ്രതികരിക്കാൻ വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് അഷീൽ.
ഇപ്പം ക്ഷണഘട്ടം പറഞ്ഞ അതേപോലെ ഒരു സിസ്റ്റമാണ് ഇപ്പം ഇതാണുള്ളത്. ഇപ്പം എറണാകുളത്ത് തിരുവനന്തപുരം സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൂടുതലായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിൻ്റെ അകത്ത് എൻറോൾ ചെയ്യാനുള്ള ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 1000 ബെഡുകൾ, തിരുവനന്തപുരത്ത് 1000 ബെഡുകൾ കൂടുതലായിട്ട് ലഭ്യമായ സാഹചര്യമുണ്ട്. അതിപ്പം ഇപ്പം ചെയ്യുന്ന വെച്ചാൽ നേരത്തെ ഷണോയ് സാർ പറഞ്ഞ കാര്യം തന്നെ ആക്ച്വലി ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായും ആ ഒരു പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സാധനം ചെയ്യുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒക്യുപ്പൻസി മൈക്രോ മാനേജ്മെന്റ് ചെയ്യുന്ന ജില്ലാ തലത്തിലാണ്. അപ്പം നമ്മളൊരു ചെറിയ ഡിഫറൻസ് പറഞ്ഞാൽ നേരിട്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നതല്ല, വാക്ക് ഇൻ പരിപാടിയുണ്ട്. പ്രൈവറ്റ് ആശുപത്രിക്ക് വാക്ക് ഇൻ ചെയ്യാൻ പറ്റും. പക്ഷെ മിക്കവാറും സംവിധാനങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷം പ്രൈവറ്റ് ആശുപത്രി റെഫർ ചെയ്യുന്ന സംവിധാനമുള്ള. അപ്പം നമ്മൾ വെച്ചാൽ ഈ പറഞ്ഞ കാര്യം ഓരോ പ്രൈവറ്റ് ആശുപത്രികളിലും എത്ര ICU ബെഡ് ലഭ്യമാണ്, ഓരോ ഞാൻ ആ കണക്ക് വെച്ചിട്ട് കൺസോൾട്ടേഷൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ പ്രൈവറ്റ് ആശുപത്രിയിൽ എത്ര ബെഡുകളുണ്ട്, എത്ര ICU ബെഡുകളുണ്ട്, എത്ര വെന്റിലേറ്റേഴ്സ് ലഭ്യമാണ്, അതിന്റെ അനുസരിച്ചിട്ട് റെഫറൻസ് ഏർപ്പെടുത്താനും അതനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർജ് അനുസരിച്ചിട്ടുള്ള ഒരു 10% വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഓരോ ജില്ലകളിലും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ റിവ്യൂ ചെയ്തിട്ട് കൂടുതൽ ബെഡ് പ്രൈവറ്റ് സംവിധാനത്തിൽ ഏർപ്പെടുത്തുകയും ഇതൊരു സിംഗിൾ യൂണിറ്റ്, നേരത്തെ SSLR സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യകത മനസ്സിലായിക്കൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഓരോ ജില്ലാ കളക്ടർ മൈക്രോ മാനേജ്മെന്റ് തലത്തിലാണ് അത് നടക്കുന്നത്. അങ്ങനെ ഇപ്പം ചെയ്തു വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. റൈറ്റ്, ഒരു നിമിഷം ഞാൻ അതിഥികളിലേക്ക് വരാം. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിലേക്ക്. कोरोना के खिलाफ देश आज फिर एक बहुत बड़ी लड़ाई लड़ रहा है। कुछ सप्ताह पहले तक स्थितियां संभली हुई थी और फिर ये कोरोना की दूसरी वेव तूफान बनकर आ गई। जो पीड़ा आपने सही है, जो पीड़ा आप सह रहे हैं, उसका मुझे पूरा एहसास है। जिन लोगों ने बीते दिनों में अपनों को खोया है, मैं सभी देशवासियों की तरफ से उनके प्रति संवेदनाएं व्यक्त करता हूं। परिवार के एक सदस्य के रूप में मैं आपके दुख में शामिल हूं। चुनौती बड़ी है, लेकिन हमें मिलकर अपने संकल्प, अपने हौसले और तैयारी के साथ इसको पार करना है। साथियों, अपनी बात को विस्तार देने से पहले मैं देश के सभी डॉक्टरों, मेडिकल स्टाफ, पैरामेडिकल स्टाफ, हमारे सभी सफाई कर्मचारी भाई बहन, हमारे एम्बुलेंस के ड्राइवर्स, हमारे सुरक्षा बल, पुलिसकर्मी, सभी की सराहना करूंगा। आपने कोरोना की पहली वेव में भी अपना जीवन दांव पर लगाकर लोगों को बचाया था। आज आप फिर इस संकट में अपने परिवार, अपने सुख, अपनी चिंता छोड़कर दूसरों का जीवन बचाने में दिन रात जुटे हुए हैं। साथियों, हमारे शास्त्रों में कहा गया है, त्याज्यम न धैर्यम विदुरेऽपि काले, अर्थात कठिन से कठिन समय में भी हमें धैर्य नहीं खोना चाहिए। किसी भी परिस्थिति से निपटने के लिए हम सही निर्णय लें, सही दिशा में प्रयास करें, तभी हम विजय हासिल कर सकते हैं। इसी मंत्र को सामने रखकर आज देश दिन रात काम कर रहा है। बीते कुछ दिनों में जो फैसले लिए गए हैं, जो कदम उठाए गए हैं, वो स्थिति को तेजी से सुधारेंगे। इस बार कोरोना संकट में देश के अनेक हिस्से में
ऑक्सीजन की डिमांड बहुत ज्यादा बढ़ी है। इस विषय पर तेजी से और पूरी संवेदनशीलता के साथ काम किया जा रहा है। केंद्र सरकार, राज्य सरकारें, प्राइवेट सेक्टर, सभी की पूरी कोशिश है कि हर जरूरतमंद को ऑक्सीजन मिले। ऑक्सीजन प्रोडक्शन और सप्लाई को बढ़ाने के लिए भी कई स्तरों पर उपाय किए जा रहे हैं। राज्यों में नए ऑक्सीजन प्लांट्स हो, 1 लाख नए सिलेंडर पहुंचाने हो, औद्योगिक इकाइयों में इस्तेमाल हो रही ऑक्सीजन का मेडिकल इस्तेमाल हो, ऑक्सीजन रेल हो, हर प्रयास किया जा रहा है। साथियों, इस बार जैसे ही कोरोना के केस बढ़े, देश के फार्मा सेक्टर ने दवाइयों का उत्पादन और बढ़ा दिया है। आज जनवरी-फरवरी की तुलना में देश में कई गुना ज्यादा दवाइयों का प्रोडक्शन हो रहा है। इसे अभी और तेज किया जा रहा है। कल भी मेरी देश की फार्मा इंडस्ट्री के बड़े जो प्रमुख लोग हैं, उसके जो एक्सपर्ट लोग हैं, उनसे बहुत लंबी चर्चा हुई है। प्रोडक्शन बढ़ाने के लिए हर तरीके से दवाई कंपनियां की मदद ली जा रही है। हम सौभाग्यशाली हैं कि हमारे देश के पास इतना बड़ा मजबूत फार्मा सेक्टर है जो बहुत अच्छी और तेजी से दवाइयां बनाता है। इसके साथ ही अस्पतालों में बेड की संख्या को बढ़ाने का भी काम तेजी से चल रहा है। कुछ शहरों में ज्यादा डिमांड को देखते हुए विशेष और विशाल कोविड हॉस्पिटल बनाए जा रहे हैं। साथियों, पिछले वर्ष जब देश ने कोरोना के कुछ ही मरीज सामने आए थे, उसी समय भारत में कोरोना वायरस के खिलाफ प्रभावी वैक्सीन के लिए काम शुरू कर दिया था। हमारे वैज्ञानिकों ने दिन रात एक करके बहुत कम समय में देशवासियों के लिए वैक्सीन विकसित की है। आज दुनिया की सबसे सस्ती वैक्सीन भारत में है। भारत की कोल्ड चेन व्यवस्था के अनुकूल वैक्सीन हमारे पास है। इस प्रयास में हमारे प्राइवेट सेक्टर ने इनोवेशन और एंटरप्राइज की भावना का बेहतरीन प्रदर्शन किया है। वैक्सीन्स की अप्रूवल्स और रेगुलेटरी प्रोसेसेस को फास्ट ट्रैक पर रखने के साथ ही सभी साइंटिफिक और रेगुलेटरी मदद को बढ़ाया गया है। यह एक टीम एफर्ट है जिसके कारण हमारा भारत 2 मेड इन इंडिया वैक्सीन के साथ दुनिया का सबसे बड़ा टीकाकरण अभियान शुरू कर पाया। टीकाकरण के पहले चरण से ही गति के साथ ही इस बात पर जोर दिया गया कि ज्यादा से ज्यादा क्षेत्रों तक, जरूरतमंद लोगों तक वैक्सीन पहुंचे। दुनिया में सबसे तेजी से भारत में पहले 10 करोड़, फिर 11 करोड़ और अब 12 करोड़ वैक्सीन डोज दिए गए हैं। आज कोरोना से इस लड़ाई में हमें हौसला मिलता है कि हमारे हेल्थ केयर वर्कर्स, फ्रंटलाइन कोरोना वॉरियर्स और सीनियर सिटीजन्स के एक बड़े हिस्से को वैक्सीन का लाभ मिल चुका है। साथियों,
कल ही वैक्सीन को लेकर हुए एक और अहम फैसला भी हमने किया है। 1 मई के बाद से 18 वर्ष के ऊपर के किसी भी व्यक्ति को वैक्सीनेट किया जा सकेगा। अब भारत में जो वैक्सीन बनेगी उसका आधा हिस्सा सीधे राज्यों और अस्पतालों को भी मिलेगा। इस बीच गरीबों, बुजुर्गों, निम्न मध्यम वर्ग के लोग 45 वर्ष की आयु के ऊपर के व्यक्तियों के लिए केंद्र सरकार का जो वैक्सीन कार्यक्रम चल रहा है वो भी उतनी ही तेजी से जारी रहेगा। पहले की तरह ही सरकारी अस्पतालों में मुफ्त वैक्सीन मिलती रहेगी, जिसका फायदा, जैसा मैंने कहा, हमारे गरीब परिवार हो, हमारे मध्यम वर्ग, निम्न मध्यम वर्ग के परिवार हो, वो उनका लाभ उठा सकेंगे। साथियों, हम सभी का प्रयास जीवन बचाने के लिए है, और जीवन बचाने के लिए तो है ही, प्रयास से भी ये है कि आर्थिक गतिविधियां और आजीविका कम से कम प्रभावित हो। प्रयास का तरीका यही रखा जाए। वैक्सीनेशन को 18 वर्ष की आयु के ऊपर के लोगों के लिए ओपन करने से शहरों में जो हमारे वर्कफोर्स है उसे तेजी से वैक्सीन उपलब्ध होगी। राज्यों और केंद्र सरकार के प्रयासों से श्रमिकों को भी तेजी से वैक्सीन मिले लगेगी। मेरा राज्य प्रशासन से आग्रह है कि वो श्रमिकों का भरोसा जगाए रखे। उनसे आग्रह करें कि वो जहां है वहीं रहे। राज्यों द्वारा दिया गया ये भरोसा उनकी बहुत मदद करेगा कि वो जिस शहर में है वहीं पर अगले कुछ दिनों में वैक्सीन भी लगेगी और उनका काम भी बंद नहीं होगा। साथियों, पिछली बार जो परिस्थितियां थी वो अभी से काफी भिन्न थी। तब हमारे पास इस वैश्विक महामारी से लड़ने के लिए कोरोना स्पेसिफिक मेडिकल इंफ्रास्ट्रक्चर नहीं था। आप याद करिए देश की क्या स्थिति थी। कोरोना टेस्टिंग के लिए पर्याप्त लैब नहीं, पीपीई का कोई प्रोडक्शन नहीं, हमारे पास इस बीमारी के ट्रीटमेंट के लिए कोई खास जानकारी भी नहीं। लेकिन बहुत ही कम समय में हमने इन चीजों में सुधार किया। आज हमारे डॉक्टरों ने कोरोना के इलाज की बहुत ही अच्छी एक्सपर्टीज हासिल कर ली है। वो ज्यादा से ज्यादा जीवन बचा रहे हैं। आज हमारे पास बड़ी मात्रा में पीपीई किट्स हैं, लैब्स का बड़ा नेटवर्क है और हम लोग टेस्टिंग की सुविधा को निरंतर बढ़ा रहे हैं। साथियों, देश ने कोरोना के खिलाफ अब तक बहुत मजबूती से और बहुत धैर्य से लड़ाई लड़ी है। इसका श्रेय आप सभी को, सभी देशवासियों को ही जाता है। अनुशासन और धैर्य के साथ कोरोना से लड़ते हुए आप देश को यहां तक लाए हैं। मुझे विश्वास है जन भागीदारी की ताकत से हम कोरोना के इस तूफान को भी परास्त कर पाएंगे। आज हम अपने चारों ओर देख रहे हैं कि कैसे कई लोग, कई सामाजिक संस्थाएं जरूरतमंदों तक मदद पहुंचाने में दिन रात जुटे हैं। दवाई पहुंचाना हो, खाने या रहने की व्यवस्था करनी हो,
लोग पूरे मनोयोग के साथ काम कर रहे हैं। मैं इन सभी के सेवा भाव को आदरपूर्वक नमन करता हूं और देशवासियों से अपील करता हूं कि अधिक से अधिक मात्रा में इस संकट की घड़ी में देशवासी आगे आएं और जरूरतमंदों तक मदद पहुंचाएं। समाज के पुरुषार्थ और सेवा के संकल्प से ही हम ये लड़ाई जीत पाएंगे। मेरा युवा साथियों से अनुरोध है कि वो अपनी सोसाइटी में, मोहल्ले में, अपार्टमेंट्स में छोटी छोटी कमेटियां बनाकर कोविड अनुशासन पालन करवाने में मदद करें। हम ऐसा करेंगे तो सरकारों को न कभी कंटेनमेंट जोन लगाने की जरूरत पड़ेगी, न कर्फ्यू लगाने की जरूरत पड़ेगी और लॉकडाउन का तो सवाल ही नहीं उठता है, आवश्यकता ही नहीं पड़ेगी। स्वच्छता अभियान के समय देश में जागरूकता फैलाने के लिए मेरे बाल मित्रों ने बहुत मदद की थी। छोटे छोटे बालक 5वीं, 7वीं, 8वीं, 10वीं में पढ़ने वाले, उन्होंने घर के लोगों को समझाया था, मनाया था। उन्होंने बड़ों को भी स्वच्छता का संदेश दिया था। आज मैं फिर अपने बाल मित्रों से एक बात विशेष तौर पर कहना चाहता हूं। मेरे बाल मित्र, घर में ऐसा माहौल बनाइए कि बिना काम, बिना कारण घर के लोग घर से बाहर न निकले। आपकी जीत बहुत बड़ा परिणाम ला सकती है। प्रचार माध्यमों से भी मेरी प्रार्थना है कि ऐसे संकट की घड़ी में वो लोगों को सतर्क और जागरूक करने के लिए जो प्रयास कर रहे हैं उसे और बढ़ाएं। इसके साथ ही इसके लिए भी काम करें कि डर का माहौल कम हो सके, लोग अफवाह और भ्रम में न आए। साथियों, आज की स्थिति में हमें देश को लॉकडाउन से बचाना है। मैं राज्यों से भी अनुरोध करूंगा कि वो लॉकडाउन को अंतिम विकल्प के रूप में ही इस्तेमाल करें। लॉकडाउन से बचने की भरपूर कोशिश करनी है और माइक्रो कंटेनमेंट जोन पर ही ध्यान केंद्रित करना है। हम अपनी अर्थव्यवस्था की सेहत भी सुधारेंगे और देशवासियों की सेहत का भी ध्यान रखेंगे। साथियों, आज नवरात्रि का आखिरी दिन है। कल रामनवमी है और मर्यादा पुरुषोत्तम श्री राम का हम सभी को यही संदेश है कि हम मर्यादाओं का पालन करें। कोरोना के इस संकट काल में कोरोना के बचने के जो भी उपाय है, कृपया करके उनका पालन 100% करिए। दवाई भी, कड़ाई भी, इस मंत्र को कभी भी भूलना नहीं है। ये मंत्र जरूरी है, वैक्सीन के बाद भी जरूरी है। रमजान के पवित्र महीने का भी आज 7वां दिन है। रमजान हमें धैर्य, आत्मसंयम और अनुशासन की सीख देता है। कोरोना के खिलाफ जंग जीतने के लिए अनुशासन भी, उसकी भी उतनी ही जरूरत है। जब जरूरी हो तभी बाहर निकले। कोविड अनुशासन का पूरा पालन करें। मेरा आप सभी से यही आग्रह है। मैं आपको फिर ये भरोसा देता हूं, आपके इस साहस, धैर्य और अनुशासन के साथ जुड़कर आज जो परिस्थितियां हैं उन्हें बदलने में देश कोई कोर कसर नहीं छोड़ेगा।
आप सभी स्वस्थ रहें, आपका परिवार सब स्वस्थ रहें, इसी कामना के साथ मैं अपनी बात समाप्त करता हूं। आपका बहुत बहुत धन्यवाद। പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഈ രാജ്യം രൂക്ഷമായ ഒരു കോവിഡ് പ്രതിസന്ധിയിലൂടെ വെല്ലുവിളിയിലൂടെ കടന്നുപോകുന്നു. വളരെയധികം വെല്ലുവിളികൾ നമ്മുടെ രാജ്യം നേരിടുന്നു. മുന്നണി പോരാളികളായി കോവിഡിൻ്റെ മുന്നണി പോരാളികളായിരുന്നവർക്ക് അഭിനന്ദനം. പക്ഷേ രാജ്യം വളരെ ഗുരുതരമായ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുണ്ട്. നമ്മൾ ഓക്സിജൻ നിർമ്മാണത്തിന് വിവിധ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടത് വളരെയധികം വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വാക്സിൻ ഉൽപ്പാദനവും വിതരണവും അനുമതിയും വേഗത്തിലാക്കാനുള്ള നടപടിയും രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞു. 2020 നിന്ന് വ്യത്യസ്തമാണ് പുതിയ രാജ്യത്തിൻ്റെ അവസ്ഥയെന്നു കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ആവശ്യമില്ല. സാമ്പത്തിക സ്ഥിതിയെ ഈ പ്രതിസന്ധി ഒരു കാരണവശാലും തിരിച്ചടിക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും ഒന്നിച്ചു നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. മൈക്രോ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി ആയിരിക്കും രാജ്യം സ്വീകരിക്കാൻ പോവുക എന്ന സൂചന കൂടി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പുതിയതായിട്ട് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നു. രാജ്യത്ത് 12 കോടി മനുഷ്യർക്ക് ഇതിനകം വാക്സിൻ നൽകിക്കഴിഞ്ഞു. ലോക്ക്ഡൗൺ അവസാനത്തെ ആയുധമാണെന്നും കൂടുതൽ വാക്സിനുകൾ മെയ് 1-ാം തീയതി മുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യം കോവിഡിനെതിരായ വലിയ യുദ്ധത്തിലേക്കാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കില്ല എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അതേസമയം മരുന്നിൻ്റെ ഉൽപ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം തീവ്ര യജ്ഞ പരിപാടിയായി തന്നെ സർക്കാർ കണക്കിലാക്കുന്നു. രാജ്യം ലോക്ക്ഡൗണിലേക്ക് പോകുന്നില്ല. ലോക്ക്ഡൗൺ ഒഴിവാക്കാനുള്ള നടപടികൾ വേണം. സാമ്പത്തിക മേഖലയെ തിരിച്ചടി ബാധിക്കാൻ പാടില്ല. നമ്മൾ ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരസ്പരം വേദനകൾ പങ്കിട്ടുകൊണ്ട് തന്നെ ഈ കോവിഡിൻ്റെ മഹാമാരി കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. നമുക്കൊപ്പം അതിഥികൾ കൂടിയുണ്ട്. പത്മനാഭശേഷനായി ഇത്ര മാത്രമേ പ്രധാനമന്ത്രി പറഞ്ഞുള്ളൂ. പക്ഷേ ആദ്യത്തെ വാചകം കേട്ടപ്പോൾ നിങ്ങൾ എവിടെ തന്നെയാണോ അവിടെ തന്നെ തുടരുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കേട്ടപ്പോൾ ലോക്ക്ഡൗൺ ആണ് എന്ന് ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പ്രധാനമന്ത്രി രാജ്യത്തെ പൗരന്മാർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ് ഡോക്ടർ പത്മനാഭശേഷനായി? ഞാൻ ആദ്യം പറഞ്ഞതിന് എനിക്ക് തോന്നുന്നു ഇത്തവണ കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കുറച്ച് ലോക്ക്ഡൌൺ വരില്ല എന്നുള്ളത് അതിന് ചോദിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ലോക്ക്ഡൌണിന്റെ എക്കണോമിക് കോൺസിക്വൻസസ് ഗവൺമെന്റിന് വളരെ വലുതാണ്. കാരണം ഇന്ത്യയുടെ GDP തകർന്ന് 24% താഴ്ത്തു പോയി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്കിതിനെ നേരിടാൻ പറ്റും എന്നുള്ളൊരു ബോൾഡ് ഫേസ് കാണിക്കുക, നമുക്ക് ജനങ്ങളുടെ ഒരു ഹോസ്ല ബുലന്ദ് കർണാന്നൊക്കെ പറയത്തില്ലേ, എന്താ പറയുന്നത്, ഒരു ആത്മവിശ്വാസം ഉയർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വാക്സിൻ അവൈലബിലിറ്റി കൂട്ടുന്നുണ്ട്, ഗവൺമെന്റ് പറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ പ്രൈം മിനിസ്റ്റർ വന്ന് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാകുന്ന പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം വളരെയധികം ഫോളോയിങ് ഉള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി. നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലെല്ലാം തന്നെ. അതുകൊണ്ട് അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യമുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന് ഇത് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കും. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺസും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ലോക്ക്ഡൌൺ ആയിട്ട് ചെയ്യേണ്ടി വരാം എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബേസിക് എയിം ഈസ് ടു നമ്മൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഡ്രസ്സ് ചെയ്ത് ഒരു ആത്മവിശ്വാസം മുന്നണി പോരാളികളുടെയും രാജ്യത്തിന്റെ മൊത്തവും ആത്മവിശ്വാസം ഉയർത്തുക. കാരണം എല്ലാവരും വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്പേഴ്സ് പോകുന്നത് കണ്ടിട്ട്. അപ്പം ഗവൺമെന്റ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് സാധ്യമായതെല്ലാം ഗവൺമെന്റ് ചെയ്യും, നമുക്ക് ഒന്നിച്ച് പോരാടി കോവിഡിനെ കീഴടക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാര്യങ്ങളെല്ലാം നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയുക എന്നുള്ളൊരു കാര്യം അത് പ്രധാനമന്ത്രിയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ രാജ്യം കുറച്ചുകൂടി ചെവിയോർത്ത് കേൾക്കും എന്നുള്ള കാര്യത്തിലാണ്. ഡോക്ടർ KP അരവിന്ദൻ, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ KP അരവിന്ദൻ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ സംവിധാനത്തിലേക്ക് വാക്സിൻ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള പുനരാലോചനയൊന്നും പ്രധാനമന്ത്രിക്കില്ലെങ്കിലും വാക്സിൻ കൂടുതൽ വേഗത്തിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും മെയ് 1-ാം തീയതി മുതൽ കൂടുതൽ വാക്സിൻ സ്വീകരിക്കുമെന്നുമാണ്. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞതിൽ തങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഓക്സിജൻ സിലിണ്ടറുകളുടെ അഭാവം. ഓക്സിജൻ രാജ്യത്ത് വളരെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ KP അരവിന്ദൻ. അല്ല, അതിൽ ഓക്സിജൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഒരു പ്രധാനമന്ത്രി വന്ന് ഇതുപോലെയുള്ളൊരു നിർണായക ഘട്ടത്തിൽ വന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് നടപടികൾ ഉണ്ടാവുക എന്നുള്ള റോഡ് മാപ്പാണ്. അല്ലാതെ ഈ ഭാഷൺ ആൾക്കാരെ തീർച്ചയായിട്ടും പത്മനാഭശേഷനായി പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ ആൾക്കാരെ ഉത്തേജിപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും. അത് പക്ഷേ എത്ര നാൾ ഇതിങ്ങനെ പല ഘട്ടത്തിൽ വന്ന് ഇത് തന്നെ മാത്രം പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ഒരു റോഡ് മാപ്പ് ഫോർ ആക്ച്വലി ഡൂയിങ് തിങ്സ്.
ഓക്സിജൻ ഉണ്ടാക്കാൻ 1 കൊല്ലം ഉണ്ടായിരുന്നു. അന്ന് തന്നെ 130 സ്ഥലത്ത് ഇത് ചെയ്യുന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നടന്നില്ല. ഇതെല്ലാം തന്നെ ഓരോ സാധനം വാക്സിൻ കൂട്ടെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ റോഡ് മാപ്പ് ഫോർ ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ? അത് പറയുന്നില്ല. അപ്പോൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ നിരന്തരമായി ഭാഷൺ മാത്രമാവുമ്പോൾ അത് വളരെ എനിക്കൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഒന്നും തന്നെ പുതുതായിട്ടില്ല അതിനകത്ത്. അതായത് രാജ്യം അതിരൂക്ഷമായ ഓക്സിജൻ മാത്രമല്ല, ഈ നമ്പറുകളുടെ കണക്കെടുത്ത് നോക്കിയാലും 2020 അപേക്ഷിച്ച് വളരെ രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പക്ഷേ പ്രധാനമന്ത്രി പറയുന്നത് 2020 നിന്നും വ്യത്യസ്തമായ മികച്ച ആരോഗ്യ സംവിധാനങ്ങളുടെ രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. പല സ്ഥലത്തും ഇപ്പോഴും നമ്മൾ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളും സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സഹായം ഇല്ലാതെ. ഇപ്പോൾ വാക്സിൻ്റെ കാര്യം എടുത്തു നോക്കും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ആര് അത് ഫണ്ട് ചെയ്യും? ഇതിനെ സംസ്ഥാനങ്ങൾ എടുത്തോന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ച് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ആശുപത്രിയിൽ പോയി പൈസ കൊടുത്ത് ചെയ്തോളൂ. അതിന് തന്നെ വില നിശ്ചയിക്കാനുള്ള അധികാരം പോലും സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിൽ എന്താ റോളുള്ളത്? നിർമ്മല സീതാരാമൻ എന്ത് പൈസയാണ് ഇതിനു വേണ്ടി ഇറക്കുന്നത്? ഇതൊന്നും തന്നെ അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം. അവിടെയല്ലേ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവശ്യം? അല്ലെങ്കിൽ എന്തിനാ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പീച്ച് പറയാനായിട്ടാണോ പ്രധാനമന്ത്രി വേണ്ടത് ഒരു രാജ്യത്ത്? ഡോക്ടർ മുഹമ്മദ് അഷീൽ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ നമ്മൾ വളരെ പ്രതീക്ഷാപൂർവമാണ് കാത്തിരുന്നത്. പ്രതീക്ഷയ്ക്ക് ഒത്ത് ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയാതെ പോയോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പരിമിതികളുണ്ട്. അപ്പം എന്തായാലും ഞാൻ അതിൽ ഏറ്റവും റെലവൻ്റായ കാര്യം പറയാം. അതായത് ഓക്സിജൻ സപ്ലൈയെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മൾ ഒരു വേള നമുക്ക് ഈ ഓക്സിജൻ സപ്ലൈയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഓക്സിജൻ്റെ നമ്മളുടെ പ്രതിദിന ഉൽപ്പാദനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഓക്സിജൻ്റെ പ്രതിദിന അവൈലബിലിറ്റി ഇപ്പോൾ 219 മെട്രിക് ടൺ ആണ്. അത് ആക്ച്വലി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് 242 മെട്രിക് ടൺ ആയിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ സർജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വേള നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ എന്നുള്ളത്. കാരണം വെച്ചാൽ ആവശ്യത്തിന് വളരെ കൂടുതൽ നമ്മൾ ചെയ്യുന്നു എന്നൊരു ഡിസ്കഷൻ ഇടയിലുണ്ടായിരുന്നു. നേരത്തെ ഷെണോയ് സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലെ കേസുകൾ വർധനവുണ്ടായി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ കേസ് വർദ്ധിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ സർജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ ആവശ്യം വരുമോ അല്ലെങ്കിൽ ഒബ്സലീറ്റായി മാറുമോ, നാളെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആവുന്ന ചില കോണുകളിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയായിരുന്നു. അതായത് നമ്മളുടെ ഒരു ദിവസത്തെ റിക്വയർമെന്റ് 73 മെട്രിക് ടൺ ആണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് 99 മെട്രിക് ടൺ ആണ്. അതായത് ഇപ്പോഴത്തെ യൂസ് ആണ് 73 മെട്രിക് ടൺ. കഴിഞ്ഞ വർഷം നമുക്ക് 99 മെട്രിക് ടൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വർദ്ധിപ്പിച്ച് 219 മെട്രിക് ടൺ ആക്കി. അത് 242 മെട്രിക് ടൺ ആക്കി. പക്ഷേ 242 മെട്രിക് ടൺ നമുക്ക് പെർ ഡേ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും കുറേ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ഗോവ അടക്കമുള്ള സ്ഥലങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓക്സിജന്റെ ഷോർട്ടേജ് രാജ്യത്ത് എല്ലായിടത്തും വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പരമാവധി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും നമ്മൾ പരമാവധി ഇതിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കേണ്ട പരിശ്രമമാണ് കേരളം നടത്തുന്നത്. കേരളത്തിൽ ഓക്സിജന്റെ ഷോർട്ടേജ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിന് അത്തരം ആശങ്ക ആളുകൾക്ക് ഉണ്ടാവേണ്ടതില്ല എന്നുള്ള കാര്യം ഒരിക്കൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അന്തിം വികൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് റിസോർട്ട്, ലോക്ക്ഡൌൺ വിൽ ബി ദ ലാസ്റ്റ് റിസോർട്ട്. അത് പ്രധാനമന്ത്രി പറഞ്ഞ വളരെ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ലോക്ക്ഡൌണിനെ കാണേണ്ടത് ഒരു പിരമിഡിന്റെ ഏറ്റവും മുകളിലത്തെ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ ആണ് ഏറ്റവും റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അതിന് തൊട്ട് താഴെയാണ് നമ്മൾ വരുന്ന ഈ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ്, ഒരു പ്രത്യേക ലൊക്കേഷൻ്റെ അകത്തുള്ള കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ. അതിന്റെ താഴെയാണ് നമ്മൾ ഈ നൈറ്റ് കർഫ്യൂ, മറ്റ് റെസ്ട്രിക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആ ലെവലിലാണ് നിൽക്കുന്നത്. അതിൻ്റെയും താഴെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പാലിക്കേണ്ട SMS പാലിക്കുക, 3C അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സ്ഥിരം പറയുന്ന കാര്യങ്ങൾ. അതിന് മുകളിലുള്ള നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ പിരമിഡിലെ രണ്ടാമത്തെ ലെവലിലേക്ക്, അതായത് നൈറ്റ് കർഫ്യൂ പോലുള്ള കാര്യങ്ങൾ. ഇനിയും നമ്മൾ ഇതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കാതെ, നമ്മൾ രോഗവ്യാപന വേഗത മനസ്സിലാക്കാതെ, നമ്മൾ ഇനിയും രോഗവ്യാപനം പിടിച്ചു നിർത്താൻ ഇതിന് മൊത്തം സഹകരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ പിന്നീട് നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഭാഗത്തേക്ക് പോകേണ്ടി വരും. ചില പഞ്ചായത്തുകളും, കേരളത്തിലെ ചില പഞ്ചായത്തുകളും ചില
ഏരിയകളും ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റി സ്ട്രിക്റ്റ് കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകാതെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതിനെ നേരിടണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അന്തിം വികല്പം എന്ന് പറഞ്ഞ ലാസ്റ്റ് റിസോർട്ട് എന്നാ ഒരു ഘട്ടത്തിൽ എപ്പോഴായി ലാസ്റ്റ് റിസോർട്ട് വരുക? ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിക്ക് വളരെ ഇരട്ടിയിൽ കൂടുതൽ അല്ലെങ്കിൽ സംവിധാനങ്ങൾ തകരുന്ന രീതിയിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ഇപ്പൊ അതുകൊണ്ടാണ് ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പൊ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. മഹാരാഷ്ട്ര ലോക്ക്ഡൌണിനെ കുറിച്ച് ആലോചിക്കുന്നു. പല സംസ്ഥാനങ്ങൾ കാരണം ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ലോക്ക്ഡൌണിലേക്ക് പോകാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു കാര്യം ഇല്ല, അത് വാക്സിന്റെ പ്രൊഡക്ഷനെ കുറിച്ച് ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇന്ത്യയിലെ പേറ്റന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ടാണ്. ഇന്ത്യൻ പേറ്റന്റ് ആക്ടിന്റെ സെക്ഷൻ 90, സെക്ഷൻ 92, സെക്ഷൻ 100 വളരെ സ്ട്രോങ് ആയ, അതായത് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്കയുടെ ഈ ഒരു ലൈസൻസ് അത് കമ്പൽസറി ലൈസൻസിങ്ങിനകത്തോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനങ്ങളിൽ പരമാവധി സ്ഥാപനങ്ങളിൽ മാനുഫാക്ചറിംഗ് സംവിധാനം ആരംഭിക്കണമായിരുന്നു. അതൊന്ന് ആരംഭിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോവാക്സിന്റെ സാധനം ഇപ്പം പല യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, മാനുഫാക്ചറിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കോവിഷീൽഡ് പോലുള്ള വാക്സിന് പരമാവധി സ്ഥലങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കമ്പൽസറി ലൈസൻസിങ് നൽകിക്കൊണ്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്യാൻ പറ്റും. അതൊരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ സെക്ഷൻ 26B, അതുപോലെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ഷൻ ചാപ്റ്റർ 2, ഇതൊക്കെ അനേകം പ്രൊവിഷൻസ് ഒരു ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് നമുക്ക് പരമാവധി ഉപയോഗിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഡിസ്കഷൻസ് ഒക്കെ പ്രധാനമന്ത്രി ഫാർമ കമ്പനികളായിട്ട് നടത്തിയിട്ടുണ്ടാവും. ആ പ്രതീക്ഷയുള്ളത് പരമാവധി മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, കോവിഷീൽഡ് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, നമ്മളുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. അതൊക്കെ ഇപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ട്രിപ്സിന്റെ അഗ്രിമെന്റിന്റെ ദോഹ ഡിക്ലറേഷന് ശേഷം ഇത്തരം സാധനങ്ങൾ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ പല മേഖലകളിലുള്ള കമ്പനികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ആ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച കമ്പനി മാത്രമല്ല, അല്ലെങ്കിൽ ആ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിന്റെ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക ഉണ്ടാക്കുന്ന ഇവിടുത്തെ ആ കമ്പനിയുടെ മാത്രമല്ല മറ്റുള്ളവർക്കും അത് കൊടുക്കണമെന്ന് നിർബന്ധിത ലൈസൻസിങ് ആക്കാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. പരമാവധി ആ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ ശ്രമം നടക്കുന്നുണ്ടാവും. നേരത്തെ അരവിന്ദ് സാർ പറഞ്ഞ പോലെ സ്വകാര്യ മാർക്കറ്റ് വിടുന്നത് കൂടാതെ ഇതുകൂടി ചെയ്യാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, ഞാൻ അതിഥികളിലേക്ക് തിരിച്ചു വരാം. പ്രധാനമന്ത്രി വാക്കുകളിൽ ആത്മവിശ്വാസം ഉണർത്താൻ വേണ്ടിയുള്ള ഒരു പ്രഭാഷണം നടത്തി. നേരത്തെ ഡോക്ടർ ഷെനായി പറഞ്ഞതുപോലെ നമ്മളെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയേറ്റിയിരിക്കുന്നു പ്രധാനമന്ത്രി. പക്ഷേ റോഡ് മാപ്പ് എവിടെ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അതിനുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വെൽക്കം ബാക്ക്. രാജ്യം കോവിഡ് 2ാം തരംഗത്തിന്റെ പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും കണക്കുകൾ പെരുകുന്നു. കോവിഡ് 2ാം തരംഗത്തിൽ നാം കൂടുതൽ ജാഗ്രതയോടുകൂടി അതിജീവനത്തിന് എന്തു ചെയ്യണം എന്നാണ് ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പം പാനലിസ്റ്റുകളുണ്ട്. ഡോക്ടർ കെ പി അരവിന്ദൻ, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇനി നമ്മുടെ കയ്യിൽ ഒരു 5 മിനിറ്റ് സമയം താഴെ മാത്രമേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉടനടി ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി അതെന്തായിരിക്കണം? നമ്മളുടേത്, സർക്കാരിൻ്റെ ഇതുവരെ നമ്മൾ സംസാരിച്ചു, ഇനി നമ്മളുടേത്. ഇതിൽ പുതുതായിട്ടൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സംഗതി. കോവിഡിനെ നേരിടാൻ വേണ്ടി നമ്മൾ പൊതുവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവുകൾ, ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്, അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന SMS എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മാസ്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി ഇത് നടപ്പാക്കുക. അത് എല്ലാവരും അതിലേക്കുള്ള ആ ഒരു ശ്രദ്ധ ഏറ്റവും അധികം വീണ്ടും കേന്ദ്രീകരിക്കേണ്ട. കാരണം ഇതൊന്നും കളയാനുള്ള സമയമായിട്ടില്ല. 1. 2, വളരെ വലിയ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. നിർഭാഗ്യവശാൽ ഞാനിപ്പോൾ ഈ സ്ക്രോള് നിങ്ങളുടെ കണ്ടത് പാറമേക്കാവ് ദേവസ്വം എല്ലാം ലംഘിച്ച് വീണ്ടും അവർ പഴയപടി ചെയ്യുന്നു, അങ്ങനെ എന്തോ കണ്ടു. എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്കൂട്ടമില്ല, പക്ഷേ ആനകളെ എഴുന്നള്ളിക്കും, വെടിക്കെട്ടും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പാറമേക്കാവ്. അല്ല, എന്ത് തന്നെ ഒരു സർക്കാർ റെഗുലേഷൻ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ വയ്യെങ്കിൽ അത് നിർബന്ധമായി നടപ്പാക്കണം, എന്ത് തന്നെ ആണെങ്കിലും. അപ്പോൾ ആൾക്കൂട്ടങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതെല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസ്ഡ് സ്പേസസ് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പുറത്തല്ല, ബീച്ചിലും പാർക്കിലും ഒക്കെ അല്ല, നമ്മൾ അതിനേക്കാട്ടിലും അധികം ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, മാള്, തിയേറ്റർ, അങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതൽ റിസ്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അവിടെ നിയന്ത്രണങ്ങളും ആൾക്കൂട്ടം നിയന്ത്രണം, ആള് കുറയുന്നത് നിയന്ത്രണം ചെയ്യുക, ഇങ്ങനെയുള്ള നമ്മൾ മുമ്പേ പറയുന്ന കാര്യങ്ങൾ തന്നെ അത് എല്ലാവരും ഈ
സ്ഥിതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ സർജ് കപ്പാസിറ്റിയിലേക്കൊക്കെ പോകേണ്ട അവസ്ഥ വരുമെന്നുള്ള ആ ഒരു ബോധം എല്ലാവരിലേക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് തോന്നുന്നു. ഡോക്ടർ പത്മനാഭ ഷെണായി, എന്താണ് നമ്പർ 1, 2, 3 ടു ദ ഓഡിയൻസ്? ഈ സർജറിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സർജറി അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് ഇപ്പം നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്. അടുത്തൊരു 3 മുതൽ 4 മാസത്തിനുള്ളിൽ നമ്മുടെ വാക്സിനേഷൻ അത്യാവശ്യം നല്ല ആളുകളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ നാളത്തേക്ക് ശ്രദ്ധിക്കുന്നത് 3 മാസത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഔട്ട്കം ഉണ്ടാകും. നമുക്ക് ഈ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ വേരിയന്റ് കൂടുതൽ ട്രാൻസ്മിസിബിൾ ആണ്. ഇപ്പോൾ വന്നേക്കുന്ന വേരിയന്റ് കൂടുതൽ ആളുകളിലേക്ക് പടർന്നു പിടിക്കുന്നു. വീട്ടിൽ ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും അസുഖം വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ പടർന്നു പിടിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രതിരോധം നമ്മൾ കൂട്ടണം. അപ്പൊ നമ്മുടെ മാസ്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു റൂമിൽ കയറുമ്പോൾ ആ റൂമിലെ വാതിലും ജനലും തുറന്നിടാൻ ശ്രമിക്കുക. ഒരു മീറ്റിംഗിന് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും മീറ്റിംഗിന് പോകുമ്പോൾ തുറന്നായ റൂമിൽ മാത്രം മീറ്റിംഗുകൾ നടത്തുക. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. തുറസായ സ്ഥലങ്ങളിൽ, അപ്പൊ നമ്മൾ വെന്റിലേഷൻ ഇസ് ദ കീ വേർഡ്. വെന്റിലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് മാത്രം. ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ ഓപ്പൺ ബസ്സിൽ കയറുക. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ചുമതല പറ്റില്ല. അതുപോലെ കാറിൽ എനിക്കൊന്നു ഡോക്ടർ പത്മനാഭ ഷെണായി, ഈ എൻഷുർ വെന്റിലേഷൻ ഫോർ നോട്ട് വെന്റിലേറ്റർ, അത് ഭയങ്കര നന്നായിട്ടുണ്ട്. എൻഷുർ വെന്റിലേഷൻ ഫോർ നോട്ട് വെന്റിലേറ്റർ, അത് നന്നായിട്ടുണ്ട്. ഗുഡ്. അപ്പൊ അതാണ് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ടേക്കപ്പ് ചെയ്യാൻ തോന്നുന്നു നമ്മുടെ ഒരു ക്യാപ്ഷന് വേണ്ടിയിട്ട്. വളരെ നല്ല ക്യാപ്ഷനാണത്. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വെന്റിലേഷൻ ഇൻഷുർ ചെയ്ത് വെന്റിലേറ്റർ ഇല്ലാതെ രക്ഷപ്പെടാം എന്നുള്ള ഒരു മെസ്സേജ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അവോയ്ഡ് ക്ലോസ് സ്പേസസ്, യൂസ് ഓൾവേസ് മാസ്ക്, ആൻഡ് തേർഡ് തിങ്, ജസ്റ്റ് 3 more months and we are through. Okay, Dr. Mohammed Ashil, your chance. 1, 2, 3. അതാ കിടിലൻ ടൈറ്റിൽ ആട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ക്രിയേഷൻസിന് വേണ്ടി നമ്മൾ ബ്രേക്ക് ദ ചെയിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റീവ് മെറ്റീരിയലിന് വേണ്ടി ഇന്ന് കിട്ടിയ നല്ല സാധനമാണ്. അവോയ്ഡ് യൂസ് വെന്റിലേഷൻ ടു അവോയ്ഡ് വെന്റിലേറ്റർ. കൊള്ളാം. അപ്പം നമ്മളിപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഇതേ ഒരു സ്ലോഗനായിട്ട് പറയുകയാണെങ്കിൽ പറയാവുന്ന കാര്യം വെച്ചാൽ, നമ്മൾ തൽക്കാലത്തേക്ക് അടച്ചിടേണ്ട, പിന്നെ അകപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ അകപ്പെടരുത്. അടച്ചിടേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നും റൂം അടച്ചിടരുത്, വെന്റിലേറ്റ് ചെയ്യുക, പരമാവധി വെന്റിലേറ്റ് ചെയ്യുക. അടുത്തിടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മാസ്കിങ്ങിൻ്റെ കാര്യം. ഈ മാസ്കിങ്ങിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ മാസ്ക് ഊരുക അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി മാസ്ക് ഊരുന്ന സാഹചര്യമുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ കോവിഡ് ഉണ്ടാവാനുള്ള പടരാനുള്ള ചാൻസ് കുറയുമെന്ന് മാത്രമല്ല, കോവിഡ് വന്നാലും ആ വരുന്ന കോവിഡിൻ്റെ ശേഷി കുറയും എന്നുള്ള കൂടി മനസ്സിലാക്കുക. അങ്ങനെ കൃത്യമായ പഠനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, നമ്മളിപ്പോൾ ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പഠിച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഒഴിവാക്കി ശീലിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ശരിയെന്ന് വെച്ചാൽ ഇനി കുറച്ച് കാലം കൂടി, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു 1.5 മാസം ഞാൻ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർജ് കഴിയുന്ന സമയമെങ്കിലും നമ്മൾ വളരെ ശക്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചടങ്ങുകളുണ്ടെങ്കിൽ അത് ഒരു 1.5 മാസത്തേക്ക് മാറ്റിവെക്കാൻ തീരെ പറ്റത്താണ്. ഓൺലൈനായി നടത്താം, നമുക്ക് പരീക്ഷിക്കാം. എന്താ കല്യാണം ഓൺലൈനായി നടത്തി പരീക്ഷിച്ചൂടെ? മോഡലുകൾ വരട്ടെ, പുതിയ മോഡലുകൾ വരട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി നടത്തണമെന്നുണ്ടെങ്കിൽ, ആൾ വരണമെന്നുണ്ടെങ്കിൽ ഓരോരാളെ പെടുത്തുമ്പോൾ നമ്മളറിയാം ഓരോ പെർസെൻറ്റേജ് റിസ്ക് കൂടുന്നു നമ്മൾ വിചാരിക്കുക. അതായത് നമ്മൾ ഓരോരാളെ കൂട്ടുമ്പോൾ ഇയാൾ വേണോ, ഈ പരിപാടിക്ക് വേണോ എന്ന് 1000 വട്ടം ആലോചിക്കുക. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മീറ്റിംഗ് ഒരാളെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ആളെ വിളിക്കുക. അങ്ങനെ അവർ വേണമെന്നുണ്ടെങ്കിൽ ആലോചിക്കുക. അവരും നമ്മളും റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന് അറിയണം. നമ്മൾ പ്രത്യേകിച്ച് വയോജനങ്ങളാണ്, പ്രത്യേകിച്ച് നമുക്കുണ്ടാവും ഈ പരിപാടിക്ക് ഒരു വയോജനമുണ്ട്, അല്ലെങ്കിൽ ഉമ്മാമുണ്ട്, ഉപ്പാപ്പുണ്ട്, അല്ലെങ്കിൽ അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, അവർ വരട്ടെ എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ വരച്ചിരിക്കുന്ന ലൈൻ ഇവിടെയാണെങ്കിൽ നമ്മൾ സ്വയം ഒരു ലൈൻ താഴെ വരക്കണം. അത് കടന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സേഫ്റ്റി പ്രാഥമികമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റ് ലീഗൽ റെസ്ട്രിക്ഷൻസ്, അതായത് സർക്കാർ പറയുന്നു ഇത്ര പേര് പാടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ലൈനിൽ കൊണ്ടെത്തിക്കാൻ നിൽക്കരുത്. നമ്മൾ മോറൽ, ലീഗൽ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ജീവന്റെ വിലയുടെ ജാഗ്രത പുലർത്തുക. Thank you, Dr. Mohammed Ashil. Thank you, Dr. K.P. Aravindan. Thank you, Dr. Padmanabh Shenoy. Thank you, Dr. S.S. Lal. Thank you, Monsi Matthew. നമ്മളുടെ സംസ്ഥാനവും നമ്മളുടെ സമൂഹവും നമ്മളെല്ലാവരും ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പുഴ മുറിച്ചു നീന്തിപ്പോകുന്നത് നമ്മളുടെ മുന്നിലെത്തി പാനലിസ്റ്റുകൾ അടക്കമുള്ള വിദഗ്ധന്മാരുടെ സാന്നിധ്യവും അവർ നമുക്ക് നൽകുന്ന ഉപദേശം നമ്മൾ പിന്തുടരാൻ തയ്യാറായ മനസ്സ് നമുക്കുള്ളത് കൊണ്ടുകൂടിയാണ്. അകപ്പെടേണ്ട,
ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകണമോ എന്ന് സംശയം വരുന്ന ഒരു യാത്രയും ഈ ഘട്ടത്തിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ വേണോ എന്ന് തോന്നുന്ന ഒരു കല്യാണവും കൂടാതിരിക്കുക. ഇപ്പോൾ വേണമോ എന്ന് തോന്നുന്ന ഒരാൾക്കൂട്ടാഘോഷവും നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക. ഇത് മാത്രമാണ് 3 മാസത്തേക്ക് നമ്മുടെ മുന്നിലുള്ള ഏക പ്രതിവിധി. പണ്ടത്തെ പോലെയല്ല, ഒരു 3 മാസം വളരെ നിർണായകമാണ്. ആ നിമിഷങ്ങൾ നമുക്ക് എണ്ണിത്തന്നെ തീർക്കാം. നമുക്ക് അകന്നിരുന്നു കൊണ്ട് തന്നെ കൂടുതൽ അടുക്കുകയും ചെയ്യാം.